അസ്സലാമു അലൈക്കും. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽ ഇഫാദയിലേക്ക് സ്വാഗതം. ഈ റമദാനിൽ നമ്മോടൊപ്പമുള്ളത് പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം നവാസ് മന്നാനി പനവൂരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ജയ് ഹിന്ദ് ടിവിയിലൂടെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല അവതരിപ്പിക്കുന്ന അൽ ഇഫാദ പ്രോഗ്രാമിലേക്ക് ജയ് ഹിന്ദിലെ മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ അൽഹംദുലില്ലാ നമ്മൾ വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ആദ്യത്തെ ദിനത്തിലേക്ക് കാലെടുത്തു വെച്ചു. ഇന്ന് ഒന്നാമത്തെ നോമ്പ് തുറന്ന് രണ്ടാമത്തെ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് വളരെ സായുജ്യരായി അൽഹംദുലില്ലാ 2 മാസത്തെ ദുആയുടെ ഫലമായി ഒരു ദിവസം അൽഹംദുലില്ലാ നോമ്പും 2 തറാവീഹും നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ പ്രിയപ്പെട്ട ആ സഹോദരങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിക്കുമ്പോൾ ഒന്നാമത്തെ 10 അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ 10 എന്നാണ്. വിശുദ്ധമായ റമളാൻ മാസത്തിനെ 3 പത്തുകളായി നബിതങ്ങൾ തരംതിരിച്ചു. അതിൽ ഒന്നാമത്തെ 10 റഹ്മത്തിന്റെ 10 കാരുണ്യത്തിന്റെ 10. ആ കാരുണ്യത്തിന്റെ 10ലാണ് ഇപ്പൊ നാം നിലകൊള്ളുന്നത്. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടുക സാധ്യമല്ല. നമ്മൾ എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്താലും, എന്ത് നമസ്കാരങ്ങൾ അനുഷ്ഠിച്ചാലും, എത്ര നോമ്പ് പിടിച്ചാലും, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നത് പരമാവധി നമ്മൾ ചെയ്താലും അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. പല പ്രഭാഷണങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ 500 വർഷം അള്ളാഹിനു വേണ്ടിയിട്ട് ഒരു റുമ്മാമ്പഴവും കഴിച്ച് പച്ചവെള്ളം കുടിച്ചുകൊണ്ട് സുജൂദിലായി കിടന്ന് മുഴുവൻ സമയങ്ങളിലും അള്ളാഹുവിനോട് പടച്ചവനെ, എൻ്റെ ആഗ്രഹം മരിക്കുമ്പോൾ സുജൂദിലായി നിനക്ക് സുജൂദ് ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്ക് മരണപ്പെടണമെന്ന് ആഗ്രഹിച്ച് 500 വർഷക്കാലം പച്ചവെള്ളവും റുമ്മാമ്പഴവും കഴിച്ച് അള്ളാഹിനു വേണ്ടിയിട്ട് സുജൂദിലായ മനുഷ്യൻ നാളെ പരലോകത്ത് കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തോടെ സ്വർഗത്തിലോട്ട് കടന്നു പോകാൻ അള്ളാഹിന്റെ മലക്കുകൾ കൽപ്പിക്കുമ്പോൾ പടച്ചവന്റെ കാരുണ്യത്തോടെ എനിക്ക് സ്വർഗം വേണ്ട, ഞാൻ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങൾ കഷ്ടപ്പെട്ട് റുമ്മാമ്പഴം കഴിച്ച് പച്ചവെള്ളം കുടിച്ച് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇബാദത്തെടുത്തതാണ്, അതുകൊണ്ട് എൻ്റെ അവകാശമായി എനിക്ക് സ്വർഗം തരണമെന്ന് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകളോട് അള്ളാഹുവിന്റെ മറുപടി, ഈ മനുഷ്യൻ 500 വർഷം എനിക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിച്ച ഇബാദത്തുകളും ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു ആജ്ഞാപിക്കുമ്പോൾ മാലാകമാര് അളന്നു നോക്കി അവര് തിട്ടപ്പെടുത്തി അള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പടച്ചവനെ, 500 വർഷത്തോളം പച്ചവെള്ളവും റുമ്മാമ്പഴവും കഴിച്ച് നിനക്ക് വേണ്ടി ഇബാദത്തെടുത്ത ഈ മനുഷ്യന് നീ ചെയ്തു കൊടുത്ത കോടിക്കണക്കിന് അനുഗ്രഹങ്ങളിൽ കണ്ണാകുന്ന 2 കണ്ണ് ഞാൻ തന്നില്ലയോ എന്ന് ഖുർആൻ ചോദിച്ചതിൽ 1 കണ്ണ് കൊടുത്തതിനോളം കിടപിടിക്കാൻ 500 വർഷത്തെ പച്ചവെള്ളവും റുമ്മാമ്പഴവും കഴിച്ചുകൊള്ളുള്ള ഈ ഇബാദത്തിന് ഒരിക്കലും കിടപിടിക്കാൻ കഴിയുന്നില്ല എന്ന് മലക്കുകൾ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, അത്രത്തോളം അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. നമ്മൾ വിശുദ്ധമായ റമളാനിന്റെ 1ാമത്തെ നോമ്പ് പിടിച്ചു, നോമ്പ് തുറന്നു, 2 തറാവീഹ് കഴിഞ്ഞു, 2 രാവും 1 പകലും നമ്മിൽ നിന്ന് വിട പറയുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര അമല് ചെയ്താലും അള്ളാന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുക സാധ്യമുള്ളൂ. നബിതങ്ങൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് ഒരു ദിവസം പറഞ്ഞു, ആരും അള്ളാന്റെ കരുണയില്ലാതെ രക്ഷപ്പെടില്ല ആയിഷ എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, അങ്ങും അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ രക്ഷപ്പെടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ആ ചുണ്ടിൽ നിന്ന് വീഴുന്ന മറുപടി പ്രതീക്ഷിക്കാൻ വേണ്ടി പ്രതീക്ഷയോടെ ആയിഷ റളിയല്ലാഹു അൻഹ ശ്രവണപുടങ്ങളെ റസൂലുള്ളാഹിന്റെ ചുണ്ടോട് ചേർത്ത് വെക്കുമ്പോൾ ആ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വല അന, എനിക്കും അള്ളാഹിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. അത്രത്തോളം അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ രക്ഷപ്പെടില്ല എന്ന് നിബിധങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ച
എത്രത്തോളം അള്ളാഹിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒന്നാമത്തെ 10 അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയില്ല എങ്കിൽ, ആ കാരുണ്യത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 അള്ളാഹിന്റെ മഗ്ഫിറത്ത് നമുക്ക് കിട്ടൂല. ആ രണ്ടാമത്തെ 10 അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടിയില്ല എന്നാൽ നമുക്ക് മൂന്നാമത്തെ 10 നരകവിമോചനം നമുക്ക് ഉണ്ടാവൂല. അങ്ങനെ നരകവിമോചനം നമുക്ക് റമളാൻ വന്നിട്ടും നരകവിമോചനം നമുക്ക് കിട്ടിയില്ല എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, പിന്നെ ഏതു മാസത്തിലാ നമ്മൾ നന്നാവുക? ഏതു മാസത്തിലാ പിന്നെ നമുക്ക് രക്ഷയുണ്ടാവുക? റമളാൻ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ റമളാന് എതിരാകുമ്പോ റസൂലുള്ള പോലും നമ്മിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യം വരാൻ പാടില്ല. അതുകൊണ്ട് ആദ്യത്തെ 10 റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, ഔദാര്യത്തിന്റെ, ഓശാരത്തിന്റെ 10 ഒന്നാമത്തെ 10. ആ കാരുണ്യം കരസ്ഥമാകാൻ ദുനിയാവിൽ അള്ളാഹു വെച്ച ഒരേ ഒരു സൽക്കർമ്മം, ആ ഒരു സൽക്കർമ്മം ഏതാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി തങ്ങൾ പഠിപ്പിച്ചു, ലാ യർഹമില്ലാഹു മല്ലാ യർഹമിന്നാസ. ജനങ്ങളോട്, മുസ്ലിമീങ്ങളോടല്ല, ജനങ്ങളോട് പച്ച ശരീരമുള്ള, പച്ച കരളുള്ള, ചുവന്ന രക്തമുള്ള, മൂക്ക് കീഴ്പോട്ടുള്ള മനുഷ്യനോട് കരുണ കാണിക്കാത്തവന് അള്ളാന്റെ കരുണ കിട്ടൂല. നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ റമളാൻ മാസത്തില് പ്രത്യേകമായ പോരിശ മനസ്സിലാക്കിയിട്ട് കൈനീട്ടി യാചിക്കുന്ന 100 കണക്കിന് സഹോദരങ്ങൾ, പട്ടിണി പാവങ്ങൾ, അവരൊക്കെ നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന്, നമ്മുടെ കൊട്ടാര സമാനമായ വീടിന്റെ മുമ്പിൽ വന്ന്, ആർഭാടത്തോടെ ജീവിക്കുന്ന നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടുമ്പോ വിശുദ്ധ റമളാനായത് കൊണ്ട് മാത്രമാണ്. ആ റമളാനിന്റെ മാന്യത, റമളാനിന്റെ പരിഗണന അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മോട് കൈനീട്ടുന്ന പാവപ്പെട്ടവര് 100 കണക്കിന് സഹോദരങ്ങൾ പട്ടിണി കിടക്കുമ്പോ, എത്രയോ സഹോദരങ്ങളാൻ സുഡാനിലെ പാവപ്പെട്ട കറുത്ത മക്കൾ മലവിസർജനം ചെയ്യുന്ന ഒട്ടകത്തിന്റെ മലദ്വാരത്തിൽ വായും തുറന്നു പിടിച്ച് അത് മലവിസർജനം ചെയ്യുമ്പോൾ അതെങ്കിലും ഒന്ന് കഴിച്ച് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് സുഡാനിലെ മക്കൾ കഷ്ടപ്പെടുമ്പോൾ, 100 കണക്കിന് രാജ്യങ്ങളിലും അതുപോലെ ആയിരക്കണക്കായ, ലക്ഷക്കണക്കായ പട്ടിണി പാവങ്ങൾ വിഷം നൊട്ടിയ വയറുമായി കഴിയുമ്പോൾ അവരുടെ കാര്യം കൂടി നമ്മൾ ഈ മാസത്തിൽ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ കയറി വരുന്ന പാവപ്പെട്ടവന് അവന്റെ മേൽവിലാസം അന്വേഷിച്ച്, അവനെ പറ്റിയിട്ട് A-to Z മനസ്സിലാക്കി, അവനെ ഒരുപാട് ചോദ്യശരങ്ങൾ എറിഞ്ഞ്, അവനോട് ചോദ്യം ചോദിച്ച്, അവനെ ഒരുപാട് മാനസികമായ പീഡനം കൊടുത്ത് അവസാനം 1 രൂപ പോലും നമ്മൾ കൊടുക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ എങ്ങനെയാണ് എൻ്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കരുണ നമുക്ക് ഉണ്ടാവുക? അള്ളാഹുവിന്റെ കാരുണ്യം ഈ റഹ്മത്തിന്റെ 10 നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ നിബന്ധന അള്ളാന്റെ റസൂല് വെച്ചു, ലാ യർഹമില്ലാഹു മല്ലാ യർഹമിന്നാസ. ജനങ്ങളോട് കരുണ കാണിക്കുക, പാവപ്പെട്ടവനോട് കരുണ കാണിക്കുക, അയൽവാസിയോടുള്ള കടമകൾ പൂർത്തിയാവുക, ബന്ധങ്ങൾ എല്ലാം നമ്മൾ ചേർക്കുക. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവൻ മാത്രമല്ല, റമളാനിൽ നോമ്പ് പിടിക്കുന്നവന് മാത്രമല്ല, വിശുദ്ധമായ ഹജ്ജ് ആയുസ്സിൽ ഒരിക്കൽ നിർബന്ധമായ അനേകം പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്ന ഹാജിമാര്, അവരൊന്നുമല്ല യഥാർത്ഥ വിശ്വാസികൾ. അയൽവാസി യവന്റെ നാവിൽ നിന്ന്, യവന്റെ കരങ്ങളിൽ നിന്ന്, യവന്റെ അപവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമായി മാറുക. അസ്സലാമു അലൈക്കും. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽ-ഇഫാദയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് കിട്ടിയ അനേകം ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സമ്മാനാർഹമായ ചോദ്യമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ഇതാണ്: നോമ്പിന്റെ പകലിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള ആ നോമ്പിന്റെ വിധി എന്താണ്? സംയോഗം കൊണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധം കൊണ്ട് നോമ്പ് ഫസാദാക്കിയ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഫഖിഹിന്റെ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, അതിന് പ്രായച്ചിത്തം അവൻ നൽകണം. കാരണം 1 മാസക്കാലം പകല് നേരം അള്ളാഹു തആല അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും ത്യജിച്ച് 11 മാസക്കാലം യഥേഷ്ടം ഭക്ഷിക്കുന്ന, യഥേഷ്ടം ഭാര്യയുമായിട്ട് ഇണചേരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ള പറയുന്നു, ഇതിനൊക്കെ നിങ്ങൾക്ക് ഞാൻ സൗഭാഗ്യവും അവസരവും തന്നു. അതുകൊണ്ട് 1 മാസക്കാലം പകൽ 12 മണിക്കൂർ എനിക്ക് വേണ്ടി അന്നപാനീയങ്ങളും അതുപോലെ വികാര വിചാരങ്ങളും ത്യജിക്കണമെന്ന് അള്ളാഹു പറയുമ്പോൾ അതിൽ നിന്ന് വിരുദ്ധമായി ഭാര്യയെ സമീപിക്കുന്ന ഒരുത്തന്
അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, അവൻ ഒരു അടിമയെ മോചിപ്പിക്കണം. ഇന്ന് നമുക്കറിയാം അടിമ സമ്പ്രദായമില്ല. അള്ളാഹുവിൻ്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പ്രവാചക നിയോഗത്തിന്റെ പ്രഥമ ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോ അടിമയെ മോചിപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അതിന്നില്ല. നമ്മൾ ഒരിക്കലും കരുതണ്ട നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവര് അവർ നമ്മുടെ അടിമയാണ്. ഒരിക്കലും അങ്ങനെ ഒരു അടിമ സമ്പ്രദായം ഇല്ല. അവര് വേതനം പറ്റി നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അടിമ സമ്പ്രദായം എന്ന് പറയുമ്പോൾ കൂലി കൊടുക്കാതെ വേതനം പറ്റാതെ അവര് എല്ലുമുറിയെ നാൽക്കാലികളെ പോലെ പണിയെടുക്കുന്നവരാണ് അടിമകൾ. ആ സമ്പ്രദായം പ്രവാചക പ്രഭുവിന്റെ ആഗമനത്തോടെ നിയോഗത്തോടെ അത് മറഞ്ഞുപോയി. അതുകൊണ്ട് അടിമയെ മോചിപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത് അതിന് കഴിയാത്തവൻ രണ്ടാമത് ചെയ്യേണ്ടത് 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം എന്നുള്ളതാണ്. 55 ദിവസം നോമ്പ് പിടിച്ചു, 56ന്റെ അന്ന് അവന് നോമ്പ് വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ 57 കൂട്ടൂല, പിറ്റന്ന് മുതൽ 1 മുതൽ തുടങ്ങണം. അങ്ങനെ തുടർച്ചയായി 60 ദിവസം 2 മാസം നോമ്പ് നോറ്റ് അതിന് പ്രായശ്ചിത്തം വിടണം. ഒരു സംശയം ഒരുപക്ഷെ സഹോദരിമാർക്ക് ഉണ്ടായേക്കാം. അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 2 മാസത്തിനിടയിൽ നോമ്പ് പിടിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമല്ലോ. ഒരിക്കലും സ്ത്രീകൾക്ക് കഫാറത്തില്ല. പുരുഷന് അത് പ്രവർത്തിച്ചവന് അള്ളാഹു കഫാറത്ത് വെച്ചു, പ്രായശ്ചിത്തം വെച്ചിരിക്കുന്നു. അവൻ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം. ഒരിക്കലും സ്ത്രീകൾക്ക് കഫാറത്തില്ല. ഇനി അതിനും കഴിയാതെ വന്നാൽ 60 മിസ്കീന്മാരെ കണ്ടെത്തി അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കണം. മിസ്കീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടുകളിൽ ഫക്കീറുമാർ വളരെ കുറവാണ്. ജോലിയുമില്ല കൂലിയുമില്ലാത്തവർ വളരെ കുറവാണ്. പക്ഷേ ധാരാളം മസാക്കീൻ മിസ്കീന്മാര് നമ്മുടെ നാട്ടിലുണ്ടാകും. 500 രൂപ ഒരു വീട്ടിൽ ആവശ്യമായി വരുന്നവന് അവൻ എത്ര എല്ലുമുറിയെ പണിയെടുത്താലും അവന് കിട്ടുന്നത് 300 രൂപയാണ്. ആവശ്യമായ അവന് ആ കൂലി കിട്ടുന്നില്ല. കിട്ടിയ കൂലി അവന് തികയാതെ വരുന്നു. അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, ആവശ്യമായ ആർഭാടങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, ആവശ്യമായ പഠനവും ആവശ്യമായ ഭക്ഷണവും അതിനൊക്കെ സാഹചര്യം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നവനാണ് മിസ്കീൻ. അങ്ങനെയുള്ള 60 പേരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കണം. അള്ളാഹു ഈ ഒരു കഫാറത്ത് അതില് കഫാറത്ത് ചെയ്യേണ്ട സാഹചര്യം വരാതെ, പ്രായശ്ചിത്തം ചെയ്യേണ്ട സാഹചര്യം വരാതെ നോമ്പുകാരനാണ് താൻ എന്നൊരു ബോധം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നാം എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ പല അപവാദങ്ങളിൽ നമ്മൾ പെടാറുണ്ട്. ആ അപവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു ദുആയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം സൂറത്തു നൂർ. ആ നൂർ അവതരിപ്പിക്കപ്പെടാൻ തന്നെ കാരണം ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായിട്ടുണ്ടായ ഒരു അപവാദത്തിന്റെ കഥയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു അധ്യായമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും മടങ്ങി വരുന്ന വഴിയിൽ ഓരോ യാത്രയിലും ഓരോ ഭാര്യമാരെ റസൂലുള്ളാഹി കൊണ്ടുപോകുമ്പോൾ ഞറുക്കിട്ട് ആരുടെ പേരാണോ വീഴുന്നത് ആ ഭാര്യയെ കൂടി കൂട്ടുന്നത് സാധാരണ പതിവാണ്. അള്ളാഹുവിന്റെ റസൂൽ ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അന്നത്തെ കുറിപ്പ് വീണത്, ഞറുക്ക് വീണത് ആയിഷയുടെ പേരാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായിട്ട് പോയി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ സഹാബത്തിൽ ഒരു സഹാബിയെ യാത്രാ സംഘം പോയതിന് പുറകെ വരാൻ അള്ളാഹുവിന്റെ റസൂൽ ഏർപ്പാടാക്കും. കാരണം ഈ യാത്രക്കാരിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ, വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഏറ്റവും പുറകിൽ നിന്ന് വരുന്ന ഒരു സഹാബിയായിരുന്നു സഫ്വാൻ റളിയല്ലാഹു അൻഹു. ചരിത്രം വിശാലമാണ്. ആ ചരിത്രത്തിലേക്ക് ഞാൻ സമയത്തിന്റെ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ ഇറങ്ങി വരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സഫ്വാൻ റളിയല്ലാഹു അൻഹു യാത്ര സംഘത്തിന്റെ പുറകിലൂടെ വരുമ്പോൾ ഒരു കറുത്ത ഒരു രൂപം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് കണ്ടു. അത് മറ്റാരുമല്ല, അടുത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ.
സംഭവിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹ യാത്രയുടെ ഇടയിൽ മലമൂത്ര വിസർജനത്തിനു വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങുന്ന വേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ജനങ്ങളിൽ നിന്നും മാറി ഒരു ഭാഗത്ത് പോയി പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച് മടങ്ങി വരുന്നതിന് മുമ്പ് ഒട്ടകക്കട്ടിലെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ചു യാത്രാ സംഘം അവർ യാത്ര തുടർന്നു. നന്നേ ക്ഷീണിതയായ മെലിഞ്ഞുപോയ ഭക്ഷണത്തിന്റെ കുറവ് മൂലം മെലിഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ കയറിയാലും കയറിയില്ലെങ്കിലും ഒട്ടകക്കട്ടിലിന് ഒരേ ഭാരമായതുകൊണ്ട് ചുമക്കുന്ന സഹാബത്തിന് ആയിഷ ബീവി കയറി കാണുമെന്ന ഒരു അനുമാനത്തിൽ യാത്ര തുടർന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞ് തന്റെ കഴുത്തിൽ ആരിൽ നിന്നോ വാങ്ങിയ ഒരു മാല ഉണ്ടായിരുന്നു. ആ മാല നഷ്ടപ്പെട്ടു. ആ മാല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പരതി നടക്കുന്നതിനിടയിൽ യാത്രാ സംഘം പുറപ്പെട്ടു. ചുരുക്കത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ വന്നു, വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. എന്നെ ഒട്ടകക്കട്ടിൽ കാണാതെ വരുമ്പോ മടങ്ങി വരുമല്ലോ യാത്രാ സംഘം എന്ന് മനസ്സിലാക്കിയിട്ട് ഇരിക്കുമ്പോഴാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു യാത്രാ സംഘത്തിന്റെ പുറകിൽ നിന്ന് വരുന്നത്. കണ്ടു, ഉമ്മയാണ് ഇരിക്കുന്നത്, ഉമ്മഹാത്തുൽ മുഅ്മിനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. ആയിഷ ബീവി പുറത്തു കയറി. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുമായിട്ട് യാത്ര തുടർന്നു. ഇത് അന്നത്തെ മുനാഫിഖീങ്ങളിൽ വളരെ പ്രധാനിയായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂൽ എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ നേതാവ്, കപടവിശ്വാസികളുടെ നേതാവ്, ഇത് വീണ് കിട്ടിയ ഒരു അവസരമായി കണ്ടു ഒരു വലിയ അപവാദം പറഞ്ഞു പരത്തി. സഫ്വാനും ആയിഷയും തമ്മിൽ എന്തോ രഹസ്യ ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്തു. സഹോദരിമാരെ, നമുക്ക് ധാരാളം അപവാദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു സ്വാലിഹത്തായ പതിവൃത്തയായ പെണ്ണിനെ ആര് അപവാദം പറയുന്നുവോ അത് സബഉൽ മൂബിഖാത്താണ്, വൻപാപങ്ങളിൽ പ്രവാചകൻ എണ്ണിയിട്ടുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ വളരെ ദുഃഖിതയായി കഴിയുന്നു. അള്ളാഹുവിന്റെ റസൂലിന് ആയത്തിറങ്ങി, അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ നിരപരാധിയാണ്. എല്ലാവരും സന്തോഷിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം അറിയിച്ചുകൊണ്ട് ആയത്തിറങ്ങിയപ്പോൾ സന്തോഷിച്ചുകൊണ്ട് എല്ലാവരും ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലെത്തിയിട്ട് പറഞ്ഞു, അല്ലയോ ആയിഷ ബീവിയെ, സന്തോഷിക്കുക, അള്ളാഹു നിരപരാധിത്വം തെളിയിച്ചല്ലോ. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് ഭാവഭേദങ്ങൾ ഒന്നും വന്നില്ല. ഒരു സന്തോഷവും ആയിഷ ബീവിയുടെ മുഖത്ത് കാണാതെ വന്നപ്പോ വന്നവർ ചോദിച്ചു, എന്തേ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടും സന്തോഷിക്കുന്നില്ല? ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, നല്ല ഉറപ്പുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് എനിക്കൊരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആ ആര് 100 പ്രാവശ്യം നിത്യമാക്കുന്നുവോ, ആ ദുആ എല്ലാ ദിവസവും മുടങ്ങാതെ 100 പ്രാവശ്യം നിത്യമാക്കുന്നവരാരാണോ അവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരില്ല. ഇനി അഥവാ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പ്രത്യേക ഒരു സാഹചര്യത്തിൽ അപവാദം കേൾക്കേണ്ടി വന്നാൽ അള്ളാഹു നേരിട്ട് അവരുടെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് പ്രവാചകൻ എന്നെ പഠിപ്പിച്ചു. ആ ദുആ ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല. ആ ദുആ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. എല്ലാവരും എഴുതിയെടുക്കുക. നമ്മൾ ദിവസവും 100 പ്രാവശ്യം അള്ളാഹുവേ അപവാദം കേൾക്കേണ്ട ഒരു സാഹചര്യം, എത്രയോ സ്ഥലങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിക്കഴിയേണ്ട ഒരു സാഹചര്യം, ഭാര്യ മനസ്സുകൊണ്ടറിയാത്ത, ഭർത്താവ് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത 100 കണക്കിന് അപവാദങ്ങൾ തൽപര കക്ഷികൾ ഇളക്കിവിട്ട് കുടുംബത്തിന്റെ ഭദ്രത നഷ്ടപ്പെടുത്തി, കുടുംബത്തെ താറുമാറാക്കുന്ന, കുടുംബത്തെ ഛന്നഭിന്നമാക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ദുആ ഇന്നത്തെ ദിവസം മുതൽ മുടങ്ങാതെ 100 പ്രാവശ്യം ദിവസവും ഓതുക. ആ ദുആ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടെ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിനർത്ഥം കൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. വഹദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആരും തന്നെ ഇല്ല. ലഹുൽ മുൽക്കു, അവനാണ് പരമാധികാരം. വലഹുൽ ഹംദു, എല്ലായ്പ്പോഴും അവനാണ് സർവസ്തുതിയും. യുഹീ, അവൻ ജീവിപ്പിക്കുന്നവനാണ്.
വയുമീത്തു അവനാണ് മരിപ്പിക്കുന്നവൻ, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാവരുടെ മേലും എല്ലാത്തിനേക്കാളും പരമാധികാരവും കഴിവും എല്ലാം അള്ളാഹുവിന് മാത്രമാകുന്നു. ഇത് 100 വട്ടം ഒരു ദിവസം മുടങ്ങാതെ നിത്യമാക്കുന്ന ഒരാൾക്ക് അപവാദം കേൾക്കേണ്ടി വരില്ല. ഇനി അഥവാ അപവാദം കേൾക്കേണ്ടി വന്നാൽ അള്ളാഹു അവരുടെ നിരപരാധിത്വം തെളിയിക്കും. അള്ളാഹു തആല അവന്റെ പ്രവാചകന്റെ റിസാലത്തിന്റെ നാവിലൂടെ സമുദായത്തെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ദുആ കഴിവിന്റെ പരമാവധി ഒരു ദിവസവും മുടങ്ങാതെ സഹോദരിമാർക്ക് അവരുടെ നമസ്കാരമില്ലാത്ത സമയങ്ങളിൽ പോലും ഈ പ്രാർത്ഥനകൾ ദുആകൾ ഓതുന്നതിന് പ്രശ്നമില്ല. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ മുടങ്ങാതെ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഈ ദുആ ഓതുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപവാദങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നാളെ ഇൻഷാ അള്ളാഹ് പറയുന്ന ദുആ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ RCCയിലും അതുപോലെ തന്നെ ക്യാൻസർ സെന്ററിലൊക്കെ ചെല്ലുമ്പോൾ ധാരാളം പണ്ടത്തെക്കാൾ ഉപരി പനി പടർന്നു പിടിക്കുന്നത് പോലെ ക്യാൻസറും അതുപോലെ തന്നെ മറ്റുള്ള മാറാവ്യാധികൾ, പ്രത്യേകിച്ച് ക്യാൻസർ ഇന്ന് പടർന്നു പിടിക്കാൻ അതിന് പ്രധാനപ്പെട്ട കാരണം എവിടെയും ചർച്ചയാണ്. കടകമ്പോളങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾ 10 പേര് കൂടുന്ന സ്ഥലത്തൊക്കെയും ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്നത്തെ ഭക്ഷണത്തിലെ വിഷാംശത്തെ പറ്റിയിട്ടാണ്. അതുപോലെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ, 100 കണക്കിന് സഹോദരങ്ങൾ പാമ്പ് കടിച്ചും വിഷമേറ്റുമൊക്കെ മരണപ്പെട്ട് അവിടെ ജീവിതം വല്ലാതെ ഒരു ദുസ്സഹമായി അവര് കാലാകാലം രോഗികളായി കഴിയുന്ന സാഹചര്യം ചിലർക്കുണ്ടാകുന്നു. അപ്പോ വിഷം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ഭക്ഷണത്തിലെ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാനുള്ള ദുആ ഇൻഷാ അള്ളാഹ് നാളെ കൃത്യം 11 മണിക്ക് ജയ്ഹിന്ദ് ടിവിയിൽ പിന്നെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല അവതരിപ്പിക്കുന്ന അൽ ഇഫാദയിലൂടെ ഇൻഷാ അള്ളാഹ് നമുക്ക് ശ്രവിക്കാം. എല്ലാവരും സംശയം, വളരെ പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ ഉള്ളവർ ഇൻഷാ അള്ളാഹ് അറിയിക്കണം. അറിയിക്കേണ്ട വിലാസം മൗലവി നവാസ് മന്നാനി പനവൂർ, ചീഫ് ഇമാം സെൻട്രൽ ജുമാ മസ്ജിദ് മണക്കാട് തിരുവനന്തപുരം. അസൂയാർഹമായ നിലയിൽ അൽഹംദുലില്ലാഹ് 1/2 നൂറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വരുന്ന തക്കലയിലെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തകർക്ക് അല്ലാഹു തആല ഇതിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ പഠിക്കുന്നുവോ, ആരൊക്കെ അമല് ചെയ്യുന്നുവോ അവർക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹ് കുറയ്ക്കാതെ ഇതിന് പ്രചോദനമേകിയ, ഇതിനുവേണ്ടി സഹായിച്ച ആ സഹോദരനും അതുപോലെ തന്നെ ആ ട്രസ്റ്റിനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ അൽ ഇഫാദയുടെ എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വളരെ വിലപ്പെട്ട പ്രാർത്ഥനകളിലും ഇബാദത്തുകളിലും ആ ദുആകളിലൊക്കെ ഈ വിനീതനെയും ഇതുമായി ബന്ധപ്പെട്ടവരെയും നേരത്തെ പരാമർശിക്കപ്പെട്ട ഇതിന്റെ അണിയറ ശില്പികളെയും എല്ലാവരും ഉൾപ്പെടുത്തണം എന്ന അറിയിപ്പോടെ വീണ്ടും നാളെ ജയ്ഹിന്ദിലൂടെ 11 മണിക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പിടിച്ച 2 ദിവസത്തെ വ്രതവും അതുപോലെ നമ്മുടെ 3 ദിവസത്തെ തറാവീഹ് നമസ്കാരവും അതുപോലുള്ള മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ ഈ രാവുകളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്തെന്ന നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ അല്ലാഹു തആല പുരോഗതിയും ഉന്നതിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പ്രത്യേകതകൾ ധാരാളം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പ്രത്യേകതകളിൽ ഒരു വലിയ പ്രത്യേകതയാണ് അനുഗ്രഹീതമായ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. റമളാൻ മാസത്തിൽ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതു കൊണ്ട് അല്ല റമളാനിന് ഇത്ര മഹത്വമുണ്ടായത്. മറിച്ച് റമളാൻ മാസം പോരിശയുള്ളത്, റമളാൻ മാസം അനുഗ്രഹീതമായത് കൊണ്ടാണ്. വിശുദ്ധമായ ഖുർആൻ എന്നു മാത്രമല്ല, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട തൗറാത്തും
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ ഇറക്കപ്പെട്ട സബൂറും എന്നുവേണ്ട മുഴുവൻ ഏടുകളും ഗ്രന്ഥങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകൾ, നിരോധനങ്ങൾ, ഇതെല്ലാം അള്ളാഹു തആല ഇറക്കിയത് അനുഗ്രഹീതമായ റമളാൻ മാസത്തിലാണ്. ഇത്തരുണത്തിൽ വിശുദ്ധമായ ഖുർആനിന്റെ പ്രചാരകരും പ്രബോധകരും ഖുർആനിന്റെ അനുയായികളുമായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അനുഗ്രഹീതമായ ഈ മാസത്തിൽ വിശുദ്ധ ഖുർആന് പാരായണം ചെയ്യുന്നതിന്, വിശുദ്ധമായ ഖുർആൻ ആദ്യന്തം ഖത്തം ഓതി പരിപൂർണമായി വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുന്നതിന് ഈ വിശുദ്ധമായ റമളാൻ മാസം നമ്മൾ പ്രത്യേകമായി പരിഗണിക്കണം എന്നുള്ളതാണ്. വിശുദ്ധമായ റമളാൻ മാസത്തിൽ എന്നല്ല, ഖുർആൻ ഓതപ്പെടുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ ഒരു വലിയ പ്രളയം തന്നെ, മാലാകമാരുടെ ഒരു വലിയ അനുസ്യൂതമായ പ്രവാഹം തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. ഒരു സഹാബി നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ബഖറയോതി തൊട്ടടുത്ത് തന്റെ യാത്രാവാഹനമായ, തന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള യാത്രാവാഹനം തന്റെ കുതിരയെ കെട്ടിയിരിക്കുകയാണ്. അതിനടുത്ത് 1 വയസ്സോ 1.5 വയസ്സോ മാത്രം പ്രായമുള്ള തന്റെ പ്രിയപ്പെട്ട മകൻ കിടന്നു ഉറങ്ങുകയാണ്. അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തുൽ ബഖറ ആരംഭിച്ചു നമസ്കാരത്തിൽ. ആ കുതിര കിടന്ന് ഓടുകയും വെപ്രാളം കാണിക്കുകയും ബഹളം വയ്ക്കുകയും എന്തോ കണ്ട് പേടിച്ചതുപോലെ കുതിര ഒരു ഭീതിജനകമായ ഒരു സാഹചര്യത്തിൽ കുതിര ഓടുന്നത് കണ്ടപ്പോൾ ആ സഹാബിക്ക് മനസ്സിലായി, താൻ വിശുദ്ധമായ ഈ നമസ്കാരത്തിലായി നിൽക്കവേ ഈ കുതിരയുടെ ഈ പ്രവർത്തനത്തിൽ തന്റെ മകൻ ഒരുപക്ഷെ ആ മകനെ കുതിര ചവിട്ടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ സഹാബി പെട്ടെന്ന് നമസ്കാരം സലാം വീട്ടി ആകാശത്തിലേക്ക് നോക്കുന്ന ആ കുതിര എന്താണ് നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സഹാബി മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു വിളക്കുമാടം മേഘപാളികളുടെ ഇടയിലൂടെ മുകളിലോട്ട് കയറി പോകുന്നതാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. എന്താന്ന് മനസ്സിലാകാതെ ആ സാധുവായ സഹാബി അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിലെത്തിയിട്ട് നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. ആ സമയത്ത് പുഞ്ചിരിക്കുന്ന വദനത്തോടെ അള്ളാഹുവിന്റെ റസൂല് മറുപടി കൊടുത്തത്, അല്ലയോ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ നമസ്കാരത്തിൽ ആ ഓതിയ ഖുർആനിന്റെ ആയാത്തുകൾ ഇനിയും അധികരിപ്പിച്ച് ധാരാളം ഇനിയും ഓതിക്കൊണ്ടിരുന്നെങ്കിൽ ആ കണ്ട മേഘപ്പാളികളുടെ ഇടയിലൂടെ കണ്ട വിളക്കുമാടം അത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് ഖുർആൻ ഓതുന്ന വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത്, അതാണ് ആ കണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ വിശുദ്ധമായ ഖുർആന്റെ ആ വാർഷികം, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട, നമ്മൾ ചിന്തിക്കും 23 വർഷം കൊണ്ടല്ലേ, 23 വർഷക്കാലം കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന് വിശുദ്ധമായ ഖുർആൻ പല സന്ദർഭങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഒരുപക്ഷെ സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാം ആകാശത്തിറക്കപ്പെട്ടത്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ മൊത്തത്തിൽ ഇറക്കപ്പെട്ടത് ഈ വിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. ആ റമളാൻ മാസത്തിലാണ് അനുഗ്രഹീതമായ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചു വന്നതാണ്. അതുകൊണ്ട് ഈ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ ഖുർആനിന്റെ അനുയായികളായ നാം വിശുദ്ധമായ ഖുർആന് ധാരാളം ഓതി അതിന് കൂടുതൽ പ്രതിഫലം കരഗതമാക്കാൻ നമ്മൾ തയ്യാറാകണം. പല സംശയങ്ങൾ ഇതിൽ നിന്നുണ്ടാകാം. ഒരു സംശയത്തിന് ചോദ്യമില്ലാതെ അതിന്റെ നിവാരണം, അതിന്റെ ഉത്തരം ഞാൻ പറയുകയാണ്. ഖുർആൻ ഓതണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദേ, പക്ഷേ കണ്ടോതാനുള്ള കാഴ്ച എനിക്കത്ര പോരാ എന്ന് പറയുന്ന 100 കണക്കിന് സഹോദരങ്ങൾ ഉണ്ടാകും. അവർക്ക് കാണാതെ അറിയാവുന്ന അധ്യായങ്ങൾ ഓതുക. ഇനി ഖുർആൻ തീരെ ഓതാൻ അറിയാത്തവരുണ്ടാകും. പഠിക്കണം എൻ്റെ സഹോദരങ്ങളെ. നമുക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ഖുർആനാൻ, അത് പഠിക്കുന്നതിനോടൊപ്പം ഈ വിശുദ്ധമായ റമളാനിൽ ഓതാൻ അറിയാത്തവര് ഖുർആൻ എടുത്തുന്നു. വിശുദ്ധമായ ആ ഖുർആൻ എടുക്കുന്നതിന് മുമ്പ്, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ സ്പർശിക്കുന്നതിന് മുമ്പ് അങ്ങ് സ്നാനം ചെയ്ത് വുളുഅ് ചെയ്ത് പവിത്രമായ ഖുർആൻ എടുത്ത് കരങ്ങളിൽ വെച്ച് ഓതാനറിയാത്ത ഒരാൾ ഖുർആനിന്റെ ഓരോ വരികളും നോക്കിക്കൊണ്ടെങ്കിലും ഇരുന്നാൽ അതൊരു പുണ്യമുണ്ട്. അതുകൊണ്ട് ഖുർആനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശ്രോതാക്കൾ തയ്യാറാകണമെന്ന്
അൽഹംദുലില്ലാ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്ന് ഭൂരിപക്ഷ അഭിപ്രായമുള്ള ഈ ഒരു സാഹചര്യത്തിൽ വിശുദ്ധമായ ഖുർആനുമായി ബന്ധമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചോദ്യം ഇതാണ്: രാത്രി നിയത്ത് വെച്ചോ എന്ന് പകലിൽ സംശയം തോന്നിയാൽ എന്താണ് നാം ചെയ്യേണ്ടത്? ചോദ്യം ചോദിച്ചിരിക്കുന്നത് റഹീമ കലാം പത്തനാപുരത്ത് നിന്നുമാണ്. നല്ല പഠനാർഹമായ ഉത്തരമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് രാത്രി ഫർള് നോമ്പുകളിൽ രാത്രി നീയത്ത് നിർബന്ധമാണ്. സുബഹിക്ക് മുമ്പ് നീയത്ത് വയ്ക്കൽ നിർബന്ധമാണ്. ഇനി സുന്നത്ത് നോമ്പാണെങ്കിൽ അത് ഉച്ചയ്ക്ക് മുമ്പ് വേറെ ഒന്നും ഉള്ളിലേക്ക് കടന്നു പോകാത്ത സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് നീയത്ത് വെച്ചാൽ മതിയാകും. ഫർള് നോമ്പോ ഇന്നൊരു നോമ്പ് ഞാൻ പിടിച്ച് വീടിയേക്കാം, നേർച്ചയാക്കുന്നു, നിർബന്ധമാക്കുന്നു എന്നൊക്കെ നേർച്ചയാക്കുന്ന നോമ്പും അതുപോലെ റമളാനിന്റെ ഫർളായ നോമ്പും പാതിരാത്രി തന്നെ സുബഹിക്ക് മുമ്പ് നീയത്ത് വെക്കണം. ആ നീയത്ത് വെക്കുന്ന സാഹചര്യത്തിൽ നേരം വെളുത്ത ഒരാൾക്ക് സംശയമുണ്ടായി, ഞാൻ നീയത്ത് വെച്ചോ ഇല്ലയോ എന്ന് സംശയമുണ്ടായി കഴിഞ്ഞാൽ അയാള് റമളാനിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് മഗ്രിബ് വരെയും നോമ്പുകാരനായി തന്നെ കഴിയുക. ഒന്നും കഴിക്കാനും പാടില്ല, കുടിക്കാനും പാടില്ല. യഥാർത്ഥ നോമ്പുകാരന്റെ പ്രതീതി അവനിൽ നിന്നുണ്ടാകണം. അത് കഴിഞ്ഞ് റമളാന് ശേഷം പെട്ടെന്ന് തന്നെ നീയത്ത് വെച്ച് ആ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യേണ്ടതാണ്. തറാവീഹ് നമസ്കാരത്തിന് പോകുമ്പോൾ സുഗന്ധം പുരട്ടാമോ? സലീം തിരുവനന്തപുരത്ത് നിന്നും ചോദിച്ചിരിക്കുന്നു. നോമ്പുകാരനായ ഒരാൾക്ക് സുഗന്ധദ്രവ്യത്തിലേക്ക് നോക്കൽ പോലും പാടില്ല എന്നുള്ളതാണ്. നോമ്പുകാരൻ ഒരിക്കലും സുഗന്ധദ്രവ്യം പൂശിയത് കൊണ്ടോ അത്തർ പൂശിയത് കൊണ്ടോ അവന്റെ നോമ്പ് മുറിഞ്ഞു പോകൂല. മറിച്ച് അവന്റെ നോമ്പിന് കിട്ടുന്ന പ്രതിഫലം അല്ലാഹു തആല കുറച്ച് കളയും. അപ്പൊ തറാവീഹ് നമസ്കാരത്തിന് പുരുഷന്മാര് പോകുമ്പോൾ അത്തർ പൂശിക്കൊണ്ടുപോകൽ സുന്നത്താണ്. രാത്രി പുരട്ടിയ വസ്ത്രത്തിൽ പുരട്ടിയ അത്തറിന്റെ ചില ഭാഗം അത് രാവിലെ നോമ്പുകാരനായിരുന്നപ്പോൾ അത് പ്രത്യേകമായ മണം പരത്തുന്നതിൽ ഒരിക്കലും ഒരു പ്രശ്നവുമില്ല. രാത്രി നമ്മൾ അത്തർ പൂശുന്നത് സുന്നത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഇസ്ലാം അണിഞ്ഞൊരുങ്ങാനും അത്രത്തോളം നല്ല മണവസ്തുക്കൾ പൂശാനും ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുള്ളത് തന്റെ ഭർത്താവിന്റെ മുന്നിൽ മാത്രമാണ്. അവളെ സംബന്ധിച്ചിടത്തോളം തറാവീഹും നോമ്പും ഒക്കെ ഒരുപോലെ തന്നെയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ പകലു നേരങ്ങളിൽ അത്തർ പൂശുന്നത് കറാഹത്താണ്, പാടില്ല. അതുപോലെ നോമ്പ് തുറന്നതിന് ശേഷം പിടിക്കുന്നതിന് മുമ്പ് അത് പൂശൽ സുന്നത്താണ്. അങ്ങനെ പൂശുന്നത് പിറ്റേന്ന് രാവിലെ വസ്ത്രത്തിൽ മണമുണ്ടായാൽ അതിൽ അവൻ കുറ്റക്കാരൻ ആകുന്നതല്ല. റമളാനിൽ നിയത്ത് വെക്കുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ആരിഫ മുഹമ്മദ് കണ്ണൂർ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റമളാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം നീയത്ത് രാത്രി നമ്മൾ വെക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു നിബന്ധനയാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് അവൻ ഓർത്തു നീയത്ത് വെച്ചില്ല എന്നുള്ളത്, അത് രണ്ടാമത്തെ എപ്പിസോഡിൽ അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ സംശയം അതിന് നിവാരണം ഉണ്ടായിരുന്നു. അപ്പൊ നീയത്ത് വെക്കുക എന്നുള്ളത് ഫർള് നോമ്പായാൽ ആ ഫർള് നോമ്പിന്റെ നീയത്ത് രാപാർപ്പിക്കണം. അത് ഷർത്താണ്, നിബന്ധനയാണ്. ഇനി മറന്നുപോയാൽ അവന് നോമ്പുകാരനെ പോലെ കഴിയുകയും അവന് ഒന്നും ഒരു പച്ചവെള്ളമോ ഒന്നും അവന് കഴിക്കാൻ പാടില്ല. നോമ്പുകാരനായി തന്നെ കഴിയണം. അവനത് ഖളാ വിട്ടുകയും വേണം. നീയത്ത് രാത്രിയാണ് വെക്കേണ്ടത്. അത് വളരെ ശ്രദ്ധയോടെ മറക്കാതെ. പ്രത്യേകിച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, റമളാൻ 30 ഞാൻ നോമ്പ് പിടിച്ചിരിക്കാൻ വേണ്ടി കരുതിയിരിക്കുന്നു എന്ന് റമളാൻ 1 നീയത്ത് വെച്ച് ബാക്കി പെരുന്നാൾ വരെയും ആ ഒരൊറ്റ നീയത്തിൽ നോമ്പ് ചെല്ലുമെന്നാരും ധരിക്കണ്ട. ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല. നിസ്കാരത്തിൽ തറാവീഹ് നമസ്കരിക്കുമ്പോൾ ഇതിനോട് ചേർത്ത് ഞാനൊരു മറുപടി പറയുന്നു. തറാവീഹ് നമസ്കരിക്കുമ്പോൾ 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ അത് നീയത്ത് ശരിയാവൂല. ഓരോ 2 റക്അത്തിൽ നീയത്ത് വെക്കണം. കാരണം നിസ്കാരം എന്ന് പറയുന്ന തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തക്ബീർ ചൊല്ലി സലാം വീട്ടുമ്പോൾ ആ നീയത്തിന്റെ സാധ്യത അവസാനിച്ചു. അതുപോലെ റമളാൻ 30 ദിവസവും ഓരോ ദിവസവും രാത്രിയിൽ നീയത്ത് രാപാർപ്പിക്കണം. അത് രാത്രി തന്നെ ആകണം. സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് നീയത്ത് വെച്ചിരിക്കൽ നിബന്ധനയാണ്, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അവന് നോമ്പ് അന്നത്തത് സ്വീകാര്യമല്ല. ആ നോമ്പ് പിടിച്ചു വീടിയതിന്റെ പ്രതിഫലം അവൻ അല്ലാഹു തആല കൊടുക്കൂല. അവൻ നോമ്പുകാരനായി തന്നെ കഴിയുകയും
അത്യാവശ്യമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ, രണ്ടാമത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് നമ്മൾ അറിയിച്ചതുപോലെ, ഭക്ഷണത്തിൽ വിഷാംശമുള്ളത് കൊണ്ടാണ് ഇന്ന് പകർച്ച പനി പടർന്നു പിടിക്കുന്നത് പോലെ ക്യാൻസർ പടർന്നു പിടിക്കുന്നത് എന്നൊക്കെ നാട്ടുവർത്തമാനങ്ങളും ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. ഇന്ന് പല രീതിയിലുള്ള അസുഖങ്ങൾ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. 1000-ൽ ഒരാൾക്ക് വരുന്ന രോഗം, 1,00,000-ൽ ഒരാൾക്ക് വരുന്ന രോഗം, അതുപോലെ തന്നെ അസുഖം ഇങ്ങനെ പെരുകി ഓരോ അസുഖങ്ങളും മാറി മാറി അതിന് വൈദ്യശാസ്ത്രം പേര് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പന്നിപ്പനി, അതുപോലെ തന്നെ പക്ഷിപ്പനി, അതുപോലെ തക്കാളിപ്പനി, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വിഷാംശമാണ്, ഭക്ഷണത്തിലെ വിഷാംശമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ, മാത്രമല്ല നമുക്ക് വിഷജന്തുക്കളുടെ ഇഴജന്തുക്കളുടെ ഉപദ്രവകാരികളായ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ആ ഉപദ്രവം ഏൽക്കാതിരിക്കാനുള്ള ഒരു ദുആയാണ് 3-ാമത്തെ എപ്പിസോഡിൽ എൻ്റെ പ്രിയപ്പെട്ട അൽ-ഇഫാദയുടെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്. അത് മറ്റൊന്നുമല്ല, മഹാനായ സഹാബി അബൂദർദ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് ഒരു ദാസി ഉണ്ടായിരുന്നു, ഒരു ഭൃത്യ, ഒരു സർവന്റ്, ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. ആ വേലക്കാരി ദാസി ഒരവസരത്തിൽ അബൂദർദ റളിയല്ലാഹു തആല അൻഹു, വിശാലമായ ചരിത്രം, മണിക്കൂറുകളോളം പറഞ്ഞാൽ തീരാത്ത അബൂദർദാന്റെ ചരിത്രം. അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദാസി ഒരു ദിവസം അബൂദർദാനോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ജിന്ന് വിഭാഗത്തിൽപ്പെട്ടയാളാണോ അതല്ല മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടയാളാണോ? അബൂദർദ റളിയല്ലാഹു അൻഹു അത്ഭുതം കൂറിക്കൊണ്ട് ദാസിയോട് ചോദിച്ചു, എന്തേ നീ അങ്ങനെ ചോദിച്ചത്? അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിനോട് ദാസി ആ നിമിഷം പറഞ്ഞത്, ഞാൻ 40 ദിവസമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കാൻ, നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങൾക്കൊരു രോഗമില്ല, നിങ്ങൾക്ക് ആ വിഷം ഏൽക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു പോയതാണ്, ഇനി നിങ്ങൾ ജിന്ന് അഥവാ ഭൂതവർഗത്തിൽപ്പെട്ടയാളാണോ അതല്ല മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടയാളാണോ എന്ന് ചോദിച്ചത്. ആ സമയത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ തന്റെ ദാസിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതെ, തന്റെ ദാസിയെ ഉപദ്രവിക്കാതെ, നമ്മളെപ്പോലെ എടുത്തുചാടി ഒരു കാര്യം തീരുമാനിക്കുന്നവരല്ല സഹാബാക്കള്. അങ്ങനെ അബൂദർദ റളിയല്ലാഹു തആല അൻഹു തന്റെ ദാസിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും എനിക്ക് വിഷമേൽക്കാറില്ല, ഭക്ഷണത്തിലോ മറ്റു ഒരു രീതിയിലും എനിക്ക് വിഷമേൽക്കാറില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ഭൃത്യ ചോദിക്കുമ്പോൾ അബൂദർദ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് എനിക്കൊരു ദുആ പഠിപ്പിച്ചു തന്നു. ആ ദുആ ഞാൻ പ്രാവർത്തികമാക്കുന്നയാളാണ്, നിത്യമാക്കുന്നയാളാണ്. ആ ദുആ നിത്യമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഷാംശം അവന്റെ ഉള്ളിൽ ചെല്ലൂല, ചെന്നാൽ തന്നെയും അവന്റെ ശരീരത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല. അതുപോലെ ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങൾ അവനുണ്ടാകാറില്ല. ഈ ദുആ എല്ലാവരും ഒരു അമൂല്യമായ സമ്മാനം പോലെ, നമ്മൾ കേട്ടതാണ്, ഒരുപാട് അറിഞ്ഞവരാണ്, നമ്മൾ ഓതുന്നവരാണ്, എങ്കിലും ഈ ദുആയുടെ പശ്ചാത്തലത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് ഫലം ഏറെയാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ദുആ, ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹി അല്ലദി ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദുആ വളരെ ഫലവത്താണ്, വളരെ ഫലപ്രദമാണ്. ഈ ദുആ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ദൂരത്താക്കാൻ പാടില്ല. ദിവസവും കഴിയുന്നവർ രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം മഗ്രിബിന്റെ സമയം 3 പ്രാവശ്യം നിത്യമാക്കുക. ഏതൊരു ദുആയും അതിന്റെ അർത്ഥം അറിഞ്ഞ് ഓതുമ്പോൾ അല്ലാഹു തആല അതിന് പ്രത്യേകമായ പ്രതിഫലം വീണ്ടും അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുആയുടെ അർത്ഥം കൂടി പറയുകയാണ്. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഏതൊരു കാര്യവും തുടങ്ങുന്നതും, ഏതൊരു കാര്യം കൊണ്ട് അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ തുടക്കവും. ഏതൊരു പ്രവർത്തനമാകട്ടെ എല്ലാം തുടങ്ങുന്നത് അള്ളാന്റെ നാമം കൊണ്ടാണ്. അല്ലദി, എങ്ങനെയുള്ള പടച്ചവനാണ്, ലാ യളുറു മഅസ്മിഹി, ആ പടച്ച തമ്പുരാന്റെ നാമം കൊണ്ട്, ആ നാമം കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ഫിൽ അർളി വലാ ഫിസ് സമാഇ,
ഭൂമിയിലും ആകാശത്തിലും ഒരു ഉപദ്രവവും അവന്റെ നാമം കൊണ്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാവുകയില്ല. വഹുവ സമീഉൽ അലീം, അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ അശ്രദ്ധയുള്ള സഹോദരിമാർക്കും നിസ്കാരമില്ലാത്ത പീരീഡുകളിലും ഈ ദുആ ഓതുന്നത് കൊണ്ട് പ്രശ്നമല്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി ഈ ദുആ നമ്മൾ മാറ്റുക. വിഷാംശങ്ങൾ നമ്മെ ഏൽക്കാതിരിക്കട്ടെ, വിഷജന്തുക്കളുടെ ഉപദ്രവം നമുക്ക് ഏൽക്കാതിരിക്കട്ടെ. അള്ളാഹു തന്ന ശരീരം അവന് വേണ്ടി ഇബാദത്തെടുക്കാൻ പൂർണ്ണ ആരോഗ്യമുള്ള ശരീരമാക്കി അതിലെന്തെങ്കിലും പോരായ്മകൾ, അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, വൈമനസ്യങ്ങൾ വരാതെ അള്ളാഹു തആല പൂർണ്ണമായ ആരോഗ്യമുള്ള ശരീരമാക്കി അള്ളാഹു നമുക്ക് തരട്ടെ. നമ്മുടെ ശരീരം, നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത് ഒരിക്കലും കാലാകാലം നോമ്പ് പിടിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് അള്ളാഹുവും പ്രവാചകനും നിരോധിച്ചതാണ്. കാരണം മനുഷ്യന് ആരോഗ്യമുണ്ടാകണം. ആരോഗ്യം അവന് ഇബാദത്തെടുക്കാൻ വേണ്ടി കിട്ടാൻ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വിഷാംശം വരാൻ പാടില്ല. അതിന് വിഷാംശമുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്നു എന്ന് നമ്മൾ തന്നെ നമ്മെ പറ്റിയിട്ട് പറയുന്ന ഈ കാലഘട്ടത്തിൽ വിഷം തൊട്ടുകൊണ്ട് വിഷജന്തുക്കൾ, ഉപദ്രവജീവികൾ ഉപദ്രവിച്ചുകൊണ്ട് പലരും മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പലരും ജീവശവമായി കിടക്കയിൽ കാലാകാലം കിടക്കേണ്ട സാഹചര്യം സംജാതമാകുമ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ എപ്പിസോഡുകളിലും പറയുന്നത് പോലെ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇങ്ങനെ ഒരു സംഗമം, ഇങ്ങനെ ഒരു സാഹചര്യം ജയ്ഹിന്ദിലൂടെ പ്രേക്ഷകർക്ക്, വിശ്വാസികൾക്ക് നൽകിയ തക്കലയിലെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, അതിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരും അതുപോലെ ഇതിനു വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തുന്ന ബഹുമാന്യരായ നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു തആല അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് നാളത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്ന ദുആ, കടം വന്ന് ഒരുപാട് പേര്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലകളിലെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കടം വന്ന്, കർഷകർക്ക് കടം വന്ന്, അല്ലാതെ കുടുംബത്തിന് കടം വന്ന് പലരും ആത്മഹത്യ ചെയ്തവരുണ്ട്. വാങ്ങിയ പൈസ കൊടുക്കാൻ കഴിയാതെ, അതല്ലെങ്കിൽ കടം വീടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന നൂറുകണക്കിന് സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കടബാധിതരായി നല്ലൊരു വീട് വെച്ച് ആ വീടിന് വന്ന കടം അത് വീടാൻ കഴിയാതെ ആഗ്രഹിച്ചു വെച്ച വീട്ടിൽ കിടക്കാൻ പോലും ഭാഗ്യം കിട്ടാതെ പോയ നൂറുകണക്കിന് സഹോദരന്മാരുണ്ടാകുമ്പോൾ നമ്മുടെ കടം നിഷ്പ്രയാസം മാറിക്കിട്ടാൻ, കടങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ഇൻഷാ അല്ലാഹ് പ്രവാചകൻ പഠിപ്പിച്ച ദുആ, ആ ദുആയുടെ പശ്ചാത്തലം ഇൻഷാ അല്ലാഹ് നാളെ കൃത്യം 11 മണിക്ക് ജയ്ഹിന്ദിലൂടെ അൽ ഇഫാദയിലൂടെ നമുക്ക് ശ്രവിക്കാം. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ച 3 വ്രതവും തറാവീഹ് നമസ്കാരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പവിത്രതയും ആ റമളാൻ മാസത്തിന്റെ മഹാത്മ്യവും മനസ്സിലാക്കാനും അതനുസരിച്ച് ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായി റമളാനെ വേണ്ടുവോളം സ്വീകരിക്കാനും ഇബാദത്തെടുക്കാനും അള്ളാഹു നമുക്ക് ആരോഗ്യവും അതിനുള്ള തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി ഈ ഒരു നല്ല പ്രോഗ്രാം ജയ്ഹിന്ദിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും എത്തിക്കുന്ന നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, അതിന്റെ പ്രവർത്തകർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മൾ 3 നോമ്പ് പിടിച്ചു, 4 തറാവീഹ് നമസ്കാരം അനുഷ്ഠിച്ചു. വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ വ്രതാനുഷ്ഠാനം അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയത് നമ്മുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെയാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് മാത്രമല്ല വ്രതമുള്ളത്, അതിന് മുൻപുള്ള നമ്മുടെ മുൻകാലങ്ങളിലുള്ള സമുദായത്തിനും അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു, നിയമമാക്കിയിരുന്നു, നിർബന്ധമാക്കിയിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിന് ഒരു 5 പ്രത്യേകതകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. മുൻഗാമികൾക്ക് നിയമമാക്കപ്പെട്ടതുപോലെയാണ് നമുക്കും നിയമമാക്കപ്പെട്ടതെങ്കിലും ഈ നോമ്പിന്റെ ശൈലിയിലും നോമ്പിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും വിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നോമ്പെന്ന് പറയുന്ന ഈ അമലിന് മുൻകാലങ്ങളിൽ മുൻഗാമികൾക്ക് അല്ലാഹു തആല കൊടുക്കാത്ത 5 പ്രത്യേകതകൾ
മുഹമ്മദ് നബിയുടെ സമുദായത്തിന്, അതായത് ഈ കാലഘട്ടത്തിലുള്ളവർക്ക് അല്ലാഹു നൽകിയെന്ന് ഹദീസുകളിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവന്റെ ആമാശയത്തെ കാലിയാക്കി ഇട്ടതിന്റെ കാരണത്താൽ, ഭക്ഷണവും വെള്ളവും അവന്റെ ആമാശയത്തിൽ എത്താത്തത് കാരണത്താൽ അവന്റെ വായിൽ നിന്നുണ്ടാകുന്ന, അവന്റെ വായിൽ നിന്ന് വരുന്ന ഒരു ഗന്ധം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് പടച്ച തമ്പുരാന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിൽ നിന്ന് എന്ത് വൃത്തികേടുകൾ അതല്ലെങ്കിൽ മോശമായത് കണ്ടാലും നമുക്ക് മറ്റുള്ളവരെ പോലെ അത് മോശമായി കാണാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ നമുക്ക് വെറുക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമുക്കുണ്ടാവില്ല. നോമ്പുകാരനായ ഒരു മനുഷ്യൻ, അവൻ ആണാകട്ടെ പെണ്ണാകട്ടെ കുട്ടിയാകട്ടെ വലിയവരാകട്ടെ ആരായിരുന്നാലും, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ അവന്റെ വായിൽ നിന്നുണ്ടാകുന്ന ഗന്ധത്തിന്, അതവന്റെ ഭാര്യയ്ക്ക് ഒരുപക്ഷെ ദുർഗന്ധമാണെങ്കിലും, ഭാര്യ നോമ്പ് പിടിക്കുന്നതിലൂടെ ഭർത്താവിന് അതൊരു പക്ഷേ ദുർഗന്ധമായി തോന്നാമെങ്കിലും, നമ്മുടെ സഹോദരങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ അതൊരു അരോചകമായിട്ട് തോന്നാമെങ്കിലും, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ പടച്ച തമ്പുരാന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ് ആ ഗന്ധം എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മക്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം സ്വർഗത്തിന്റെ സുന്ദരമായ പർദീസകളിൽ മനുഷ്യന് വല്ലാതെ ആനന്ദം പകരുന്ന ഒരു സുഗന്ധം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടും. ആ സമയത്ത് എല്ലാവരും അത്ഭുതപ്പെടും. ഇന്നേ വരെ ഇത്രത്തോളം വലിയൊരു സുഗന്ധം ആസ്വദിച്ചിട്ടില്ലാത്ത, ശ്വസിച്ചിട്ടില്ലാത്ത സ്വർഗീയവാസികൾ, സ്വർഗാവകാശികൾ ആ ഗന്ധം, ആ സുഗന്ധം എന്താണ് എന്ന് ഇങ്ങനെ വലിയ ആശ്ചര്യത്തോടെ നോക്കിക്കാണുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു വിളി വരികയാണ്, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന സുഗന്ധത്തെക്കാൾ എത്രയോ സുഗന്ധമാണ് എന്ന് അള്ളാഹു തആല അവന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു വിളിയാളം, ഒരു അശരീരി മുഴങ്ങുമെന്ന് മക്ഹൂൽ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് മറ്റുള്ള സമുദായത്തിന് കൊടുക്കാതെ, മുൻകാലങ്ങളിലുള്ള സമൂഹത്തിന് കൊടുക്കാതെ അല്ലാഹു തആല നമ്മുടെ സമുദായത്തിന് മാത്രം നൽകിയ ഒന്നാമത്തെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത, രാവിലെ നോമ്പ് വ്രതം ആരംഭിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്നതുവരെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മാലാകമാര്, അവരുടെ എണ്ണം എത്രയാണ്? അവരുടെ എണ്ണം മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അചിന്തനീയമായ രീതിയിൽ ധാരാളം മാലാകന്മാരെ അല്ലാഹു തആല കോടാനുകോടിക്കണക്കിന് മാലാകന്മാരെ അല്ലാഹു തആല പടച്ചിട്ടുണ്ട്. ആ മലക്കുകളിൽ നിന്ന് അല്ലാഹു തആല അവന്റെ വേണ്ടി നോമ്പ് പിടിച്ച ഒരു ദാസന് രാവിലെ നോമ്പ് പിടിക്കുന്ന സമയം മുതൽ അത് മുറിക്കുന്ന സമയം വരെ, സുബഹി മുതൽ മഗ്രിബ് വരെ അള്ളാഹുവിന്റെ മാലാകമാര് മുഴുവനും അവന് വേണ്ടി, അള്ളാഹുവേ ഈ നോമ്പുകാരന് നീ പുറത്തു കൊടുക്കണം, അവന് നിനക്ക് വേണ്ടി പട്ടിണി കിടക്കുകയാണ്, നിനക്ക് വേണ്ടി ജലപാനം ഉപേക്ഷിക്കുകയാണ്, നിനക്ക് വേണ്ടി വിചാരങ്ങൾ ത്യജിക്കുകയാണ്, അതുകൊണ്ട് അവന് നീ പുറത്തു കൊടുക്കണം എന്ന് അള്ളാഹുവിന്റെ മാലാകമാര് ഈ നോമ്പുകാരന് വേണ്ടിയിട്ട് നോമ്പ് തുറക്കുന്ന സമയം വരെ പാപം പൊറുക്കലിനെ ചോദിക്കുമെന്ന് നമുക്കറിയാം. ഒരു മലക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടും അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചാലും അള്ളാഹു തആല അത് സ്വീകരിക്കും. ഇവിടെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, അള്ളാഹുവിന്റെ മുഴുവൻ മാലാകമാരും ഈ നോമ്പുകാരന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പാപം പൊറുക്കലിനെ ചോദിക്കുന്നു എന്നുള്ളതാണ് ഈ സമുദായത്തിനു മാത്രം, മുഹമ്മദ് നബിയുടെ സമുദായത്തിനു വേണ്ടി മാത്രം അള്ളാഹു തആല നൽകിയ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, ഈ മാസത്തിൽ, ഈ വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പവിത്രമായ രാവുകളിലും പകലുകളിലും നമുക്കറിയാം, മറ്റു മാസങ്ങളിൽ മദ്യപിച്ച് നടക്കുന്നവര്, മറ്റു മാസങ്ങളിൽ പള്ളിയുമായിട്ട് യാതൊരു ബന്ധം പുലർത്താത്തവര്, മറ്റുള്ള മാസങ്ങളിൽ പാവങ്ങളെ സഹായിക്കാത്തവര്, ഈ റമളാനാകുമ്പോൾ അവര് പ്രത്യേകമായി കുളിച്ചൊരുങ്ങി പ്രത്യേക നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ലതുപോലെ ആരോടും മോശമായിട്ടൊന്നും പറയാതെ അവർ അള്ളാന്റെ പള്ളികളിലേക്ക് സംഘമായിട്ട് കടന്നു വരുന്നത് ഈ റമളാനിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദുനിയാവിന്റെ താല്പര്യങ്ങളോ ദുനിയാവിന്റെ മറ്റുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ റമളാൻ മാസത്തിൽ ഒരു നോമ്പുകാരൻ
അതല്ലെങ്കിൽ ഒരു വിശ്വാസി അള്ളാഹിന്റെ പള്ളിയിലോട്ട് കടന്നു വരുന്നത്? മറ്റൊന്നുമല്ല, ഈ മാസത്തിൽ അള്ളാഹിന്റെ റസൂല് പറയുന്നു, കുഴപ്പം പിടിച്ച പ്രശ്നക്കാരായ ശൈത്താന്മാരെ മുഴുവനും അള്ളാഹു താല ചങ്ങലയിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റമളാൻ മാസം എത്തുമ്പോൾ ബാക്കിയുള്ള സമയങ്ങളെ പോലെ പ്രശ്നങ്ങളുമായി അതല്ലെങ്കിൽ മറ്റുള്ള ദുർമാർഗത്തിൽ ജീവിക്കാതെ അള്ളാഹിന്റെ പള്ളിയുമായിട്ട് ബന്ധപ്പെടുകയും നമസ്കാരങ്ങളിൽ വഖത്തുകളിൽ ജമാഅത്തിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ദാനധർമ്മങ്ങളിലും ഇബാദത്തുകളിലുമായി സജീവമാകുന്നത് അതുകൊണ്ടാണ്. നാലാമതായി അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഈ സമുദായത്തിന് മാത്രം കൊടുത്ത നാലാമത്തെ പ്രത്യേകത, എല്ലാ ദിവസവും അള്ളാഹു തആല അനുഗ്രഹീതമായ ഈ സ്വർഗത്തെ അള്ളാഹു അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിനെ അലങ്കരിക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിൽ യാതൊരു കുറവും അള്ളാഹു വരുത്തിയിട്ടില്ല. സ്വർഗം സുന്ദരമാണ്. ആ സ്വർഗത്തെ അള്ളാഹു തആല വീണ്ടും അലങ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ റമളാൻ മാസത്തിന്റെ പ്രത്യേകത, ഈ റമളാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നോമ്പ്, അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം തരാനും സ്വർഗത്തിലേക്ക് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകാനും വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു വർഷത്തിന്റെ തുടക്കം മുതൽ ആ വർഷത്തിന്റെ ഒടുക്കം വരെ വിശുദ്ധമായ സ്വർഗത്തെ അലങ്കരിച്ച് റമളാനെത്തുമ്പോൾ അലങ്കാരത്തെ പൂർണ്ണമാക്കി അള്ളാഹു തആല ഈ സ്വർഗത്തിന്റെ അലങ്കാരത്തെ വർദ്ധിപ്പിച്ച് അള്ളാഹു തആല മാറ്റുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അഞ്ചാമതായിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ റമളാൻ മാസം കഴിയുന്നതോടുകൂടി, വിശുദ്ധമായ റമളാൻ മാസം വിട പറഞ്ഞ് വളരെ വിഷമത്തോടെ പ്രയാസത്തോടെ ഈ റമളാനെ നമ്മൾ യാത്രയാക്കുമ്പോൾ എല്ലാ പള്ളികളുടെ മിമ്പറുകളിൽ നിന്ന് വിശുദ്ധമായ റമളാൻ മാസം എന്ന അള്ളാഹിന്റെ അതിഥിക്ക് സലാം പറഞ്ഞു വിടുമ്പോൾ എല്ലാവരുടെ പാപവും കഴുകി ശുദ്ധിയാക്കപ്പെട്ട് സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടതുപോലെ അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട രീതിയിൽ ഈ റമളാൻ നമ്മിൽ നിന്ന് യാത്രയാകും എന്നുള്ളതാണ്. ഈ 5 പ്രത്യേകത മുൻകാല ജനങ്ങൾക്ക് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിരുന്നുവെങ്കിലും ആ സമുദായത്തിനൊന്നും കൊടുക്കാത്ത ഈ 5 പ്രത്യേകത അള്ളാഹു തആല നമുക്ക് തന്നതാണ്. ഈ പ്രത്യേകതകൾ ജീവിതത്തിൽ അള്ളാഹു തആല വിശുദ്ധമായ റമളാൻ മാസം, ഈ റമളാൻ മാസത്തിന്റെ പവിത്രത പൂർണ്ണമായി ഉൾക്കൊണ്ട് ഈ 5 പ്രത്യേകതകളും കരഗതമാക്കി അള്ളാഹു തആല നമ്മെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിസ്കാരമില്ലാത്തവൻ നോമ്പ് അനുഷ്ഠിച്ചാൽ അയാളുടെ നോമ്പിന്റെ വിധി എന്ത്? വയനാട് നിന്നും അഹമ്മദ് കബീറാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. റമളാൻ മാസം എത്തിയിട്ട് നോമ്പ് മാത്രം പിടിക്കുകയാണ്, നമസ്കാരമില്ല, മറ്റുള്ള സൽക്കർമ്മങ്ങളൊന്നുമില്ല. എല്ലാവരും നോമ്പ് പിടിക്കുന്നു, അതിന്റെ പേരിൽ അദ്ദേഹം നോമ്പ് പിടിക്കുന്നു. നമസ്കാരത്തിന് ഹാജരാകുന്നില്ല, വീട്ടിലോ അതല്ലെങ്കിൽ ഖളാ വീട്ടിയോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളിൽ നമസ്കാരം തീരെ ഇല്ലാത്ത ഒരാൾക്ക് റമളാനിൽ നോമ്പ് പിടിച്ച പുണ്യം കിട്ടുമോ എന്നാണ് ചോദ്യം. റമളാനിന്റെ ഫറള്, റമളാൻ മാസത്തിലെ ഫറള്, പ്രധാന ഫറള് നോമ്പ് പിടിക്കലാണ്. വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 5 തൂണിൽ സ്ഥാപിതമാക്കപ്പെട്ട ഒരു കെട്ടിടത്തോടാണ് അള്ളാഹുവിന്റെ റസൂല് ഈ വിശുദ്ധമായ ഇസ്ലാമിനെ ഉപമിച്ചിട്ടുള്ളത്. 5 തൂണെന്ന് പറയുമ്പോൾ മധ്യത്തെ തൂണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമയാണ്. 2 കലിമകൾ, ഒന്ന് അള്ളാഹു ആരാധനക്കറിയാൻ അല്ല മാത്രമേ ഉള്ളൂ എന്നും മുഹമ്മദ് നബി അള്ളാന്റെ പ്രവാചകനും ദാസനുമാണ് എന്ന് സാക്ഷ്യം വഹിക്കുക. രണ്ടാമത്തത് 5 നേരത്തെ നമസ്കാരം, 3 റമളാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം, 4 കഴിവുള്ളവന് സക്കാത്ത് കൊടുക്കുക, 5 കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക. ഈ 5 സ്തൂപങ്ങളിൽ, 5 തൂണുകളിൽ ഇസ്ലാം എന്ന കെട്ടിടത്തെ അള്ളാഹുവിന്റെ റസൂല് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഉദാഹരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തൂണില്ല എങ്കിൽ ആ തൂണിന്റെ ഒരു അഭാവം നമുക്ക് ആ കെട്ടിടത്തിൽ ദൃശ്യമാകും എന്ന് പറയുന്നത് പോലെ നോമ്പ് പിടിച്ച ഒരുത്തന് നോമ്പിന് അള്ളാഹു താല പറഞ്ഞിട്ടുള്ള കൂലി അള്ളാഹു അവന് കൊടുക്കും. പക്ഷെ നമസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ശിക്ഷ അള്ളാഹു താല അവന് കൊടുക്കും. ഒരു മനുഷ്യന്റെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ, അവന്റെ മുസ്ലിമാണ് എന്ന ആ ഒരു അവസ്ഥ പൂർണ്ണമാകണമെങ്കിൽ അവൻ 5 കാര്യങ്ങളും, കലിമയിൽ തുടങ്ങി ഹജ്ജിൽ അവസാനിക്കുന്ന 5 കാര്യങ്ങളും വളരെ ഗൗരവത്തോടെ ജാഗ്രതയോടെ ആ വിഷയങ്ങൾ ഇടപെട്ടാൽ മാത്രമേ അവന് മുസ്ലിം എന്ന് പറയാൻ കഴിയൂ. അതുകൊണ്ട് റമളാനിൽ നോമ്പ് പിടിച്ചു, നമസ്കാരമില്ലാത്തവന് നോമ്പിന്റെ കൂലി കിട്ടും, നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ ശിക്ഷയും കിട്ടും. മാത്രവുമല്ല, ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും
നമസ്കാരമാണ് സ്വർഗത്തിന്റെ താക്കോല് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ അവന് ചെയ്താലും സ്വർഗത്തിലോട്ട് കടന്നു പോകണമെങ്കിൽ നമസ്കാരം എന്ന ആ താക്കോൽ ഉണ്ടെങ്കിലും മാത്രമേ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ കൂടുതൽ സുന്നത്ത് നമസ്കാരങ്ങളും കൂടി അധികരിപ്പിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പുകാരനായിരിക്കെ കൂടി പകലിൽ നിയത്തു പറഞ്ഞാൽ ആ നോമ്പ് ബാത്തിലാകുമോ? റിയാസ്, കോതമംഗലം. ചെറിയ കുട്ടികളൊക്കെ നോമ്പ് പിടിക്കുമ്പോൾ തലേ ദിവസം മാതാപിതാക്കള് പറഞ്ഞു കൊടുക്കുന്ന നീയത്ത് അവരുടെ ചെറിയ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ അതങ്ങനെ കിടന്ന് നേരം വെളുക്കുമ്പോൾ കൂട്ടുകാർ കൂടുമ്പോഴൊക്കെ സാധാരണ നീയത്ത് പറഞ്ഞ് കളിക്കാറുണ്ട്. ഒരിക്കലും നോമ്പുകാരനായ ഒരാൾ പകല് നേരത്ത് നോമ്പുകാരനായിക്കൊണ്ട് നോമ്പിന്റെ നീയത്ത് പറഞ്ഞാൽ നോമ്പ് ഒരിക്കലും മുറിയുന്നതല്ല. നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ ആദ്യത്തെ 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. ആ ദുആ, നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ പറഞ്ഞാൽ പോലും അവന്റെ നോമ്പ് ഒരിക്കലും മുറിയുന്നതല്ല. തുറസായ ദ്വാരത്തിലൂടെ എന്തെങ്കിലും ഒരു വസ്തു ഉള്ളിൽ ചെല്ലുക, അതുമായി ബന്ധപ്പെട്ട ചില നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറം നീയത്ത് പറഞ്ഞതുകൊണ്ടോ നോമ്പ് തുറക്കുമ്പോൾ ദുആ പറഞ്ഞതുകൊണ്ടോ ഒരിക്കലും നോമ്പ് മുറിയില്ല, അതിന്റെ പുണ്യം നഷ്ടപ്പെടില്ല. അത് അങ്ങനെ ഒരു സംശയമുള്ളവർ, അങ്ങനെ ഒരു ധാരണയുള്ളവർ, അത് തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും അങ്ങനെ നോമ്പ് ഫസാദായി പോകുന്നതല്ല. നോമ്പുകാരൻ കണ്ണിൽ മരുന്നൊഴിച്ചാൽ ആ നോമ്പ് ബാത്തിലാകുമോ? തൃശ്ശൂർ നിന്നും മൻസൂറാണ് ഈ ചോദ്യം ചോദിച്ചത്. ഒരിക്കലും കണ്ണിൽ മരുന്നൊഴിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമല്ല എന്നുള്ളതാണ് അതിന് കാരണം. തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഒരു വസ്തു ഉള്ളിലേക്ക് ചെന്നാൽ മാത്രമാണ് നോമ്പ് മുറിഞ്ഞു പോവുക. കണ്ണിൽ മരുന്നൊഴിക്കേണ്ട സാഹചര്യം വന്നാൽ ആ കണ്ണിൽ മരുന്നൊഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും നോമ്പ് മുറിഞ്ഞു പോകുന്നതല്ല. സുറുമ ഉപയോഗിക്കൽ അതൊന്നും കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. പക്ഷേ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഈ സുറുമ ഒഴിവാക്കലും, അതുപോലെ തന്നെ മരുന്ന് ഒഴിക്കാതെ തന്നെ അസുഖം മാറുമെങ്കിൽ, അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം മരുന്ന് ഒഴിച്ചാൽ മതിയെങ്കിൽ അത് ഒഴിവാക്കൽ ഉത്തമമാണ്. എങ്കിലും ഒഴിക്കേണ്ട സാഹചര്യം എത്തിക്കഴിഞ്ഞ് കണ്ണിൽ മരുന്നൊഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നോമ്പ് മുറിഞ്ഞു പോകുന്നതല്ല. ഒരുപാട് കടം ആത്മഹത്യയുടെ വക്കിലെത്തുന്ന സാഹചര്യം പലർക്കും സൃഷ്ടിക്കപ്പെടുന്നത് കടമാണ്. വീട് വയ്ക്കാനും, വാഹനം വാങ്ങാനും, മകളെ കെട്ടിക്കാനും, അതല്ലെങ്കിൽ മറ്റ് ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരിൽ നിന്നും കടം വാങ്ങും. ആ കടം വീടാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒന്നുകിൽ അതിന് അനുയോജ്യമായ ജോലിയില്ല, അല്ലെങ്കിൽ കിട്ടുന്ന ജോലി, അതിന് കിട്ടുന്ന ശമ്പളം, വേതനം തികയാതെ വരുമ്പോൾ, പറഞ്ഞ അവധിക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്കും വേദനയാണ്, തന്നവർക്കും വേദനയാണ്. ഇങ്ങനെ കടം ഒരുപാട് തലയിലായി, ഒരുപാട് കടബാധിതരായി കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് സന്തോഷിക്കാനും, അവർക്ക് ഈമാനോടെ, വിശ്വാസത്തോടെ ഈ പറയപ്പെടുന്ന പ്രാർത്ഥന, ദുആ അത് ഓതിയാൽ ഇൻഷാ അള്ളാഹുടെ കടം മാറും. അള്ളാഹു താല നമ്മുടെ കടങ്ങളൊക്കെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജാബിർ ബിൻ അബ്ദുള്ള എന്ന സഹാബി, അദ്ദേഹത്തിന്റെ പിതാവ് അംർ ബിൻ ജമൂഹ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു മുടന്തനായ ഒരു സഹാബിയാണ്, നടക്കാൻ കഴിയാത്ത ഒരു സഹാബിയാണ്. നടക്കുന്നെങ്കിൽ തന്നെ വളരെ പ്രയാസപ്പെട്ട് നടക്കുന്ന, നമ്മുടെ നാടുകളിലൊക്കെ മുടന്തനാണ് എന്ന് പറയുന്ന ഒരു സഹാബിയാണ് അംർ ബിൻ ജമൂഹ്. അദ്ദേഹത്തിന്റെ മകനാണ് ജാബിർ ബിൻ അബ്ദുള്ള എന്ന സഹാബി. ജാബിർ ബിൻ അബ്ദുള്ള എന്ന സഹാബിയെ അംർ ബിൻ ജമൂഹ് എന്ന പിതാവ് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, ഉഹദ് യുദ്ധം നടക്കുകയാണ്, എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കണം. മാത്രമല്ല ആദ്യത്തെ രക്തസാക്ഷി, ഉഹദിലെ ആദ്യത്തെ രക്തസാക്ഷി ഞാനാകണമെന്ന് കൊതിക്കാൻ. ജാബിർ ബിൻ അബ്ദുള്ള എന്ന സഹാബി പറഞ്ഞു, അള്ളാഹുദിന് തൗഫീക്ക് നൽകട്ടെ, പിതാവ് അതിനുവേണ്ടി തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോൾ അംർ ബിൻ ജമൂഹ് ജാബിർ ബിൻ അബ്ദുള്ള എന്ന സഹാബിയോട് പറഞ്ഞു, അല്ലയോ മകനെ, ഉഹദ് യുദ്ധത്തിൽ പങ്കാളിയാകണമെങ്കിലും, ആദ്യമായിട്ട് രക്തസാക്ഷിയാകണമെങ്കിലും നിന്റെ ഒരു സഹായം എനിക്ക് അനിവാര്യമാണ്. എന്ത് സഹായമാണ് വാപ്പാക്ക് വേണ്ടത്, ഉപ്പാക്ക് വേണ്ടതെന്ന് ചോദിച്ച മകനോട് അംർ ബിൻ ജമൂഹ് പറഞ്ഞു, എനിക്ക് 9 പെൺമക്കളാണ്. 9 പെൺമക്കളെയും കെട്ടിച്ചയച്ചിട്ടില്ല, ഒരു മക്കളെയും കെട്ടിച്ചയച്ചിട്ടില്ല. ഈ 9 മക്കളെ കെട്ടിക്കുന്ന വിഷയം നീ ഏറ്റെടുക്കണം. അതുപോലെ ധാരാളം കടമുണ്ട്, ആ കടം നീ ഏറ്റെടുത്തു എന്ന് ഉറപ്പ് തന്നാൽ മാത്രമേ എനിക്കതിന് കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ ആ ജാബിർ ബിൻ അബ്ദുള്ള എന്ന മകൻ 9 പെങ്ങന്മാരുടെ വിഷയവും അതുപോലെ വാപ്പാന്റെ കടവും അദ്ദേഹം ഏറ്റെടുത്തു.
ചുരുക്കത്തിൽ ഉഹദ് യുദ്ധം നടന്നു. അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട്, തൗഫീക്ക് കൊണ്ട് അംർ ബിൻ ജമൂഹിന്റെ മനസ്സാന്തരത്തിലുള്ള അദമ്യമായ ആഗ്രഹം പോലെ ഉഹദ് യുദ്ധത്തിൽ ആദ്യത്തെ രക്തസാക്ഷി അംർ ബിൻ ജമൂഹായി മാറി. ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ വേദനയോടെ ജാബിർ ബിൻ അബ്ദുള്ള എന്ന സഹാബി റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയിട്ട് പറഞ്ഞു, നബിയെ, 9 പെങ്ങന്മാരുടെ വിഷയം, അതുപോലെ ഉപ്പ ബാക്കി വെച്ച കടം, അതൊക്കെ ധാരാളമുണ്ട്, എന്താണ്, വലിയ വിഷമമാണോ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ജാബിറെ, നിനക്ക് ഞാനൊരു ദുആ, ഒരു പ്രാർത്ഥന ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ആ പ്രാർത്ഥന നിത്യമാക്കിയാൽ കടങ്ങളൊക്കെ മാറി എല്ലാ പ്രയാസങ്ങളും നിന്നും മാറും എന്ന് പറഞ്ഞു ആ ദുആ പഠിപ്പിച്ചു കൊടുത്തു. ആ ദുആ ജാബിർ ഇബ്നു അബ്ദുള്ള ജീവിതത്തിന്റെ നിത്യമാക്കി ആ ദുആ ചെല്ലാൻ തുടങ്ങി. അൽഹംദുലില്ലാ, 9 പെൺമക്കളെയും കെട്ടിച്ചയച്ചു. അദ്ദേഹത്തിന്റെ കടം മാറി. പിൽക്കാലത്ത് അദ്ദേഹം രേഖപ്പെടുത്തി, അന്ന് മദീനയിലെ സാമാന്യം ഒരു സമ്പന്നനായി ജാബിർ ബിൻ അബ്ദുള്ള എന്ന സഹാബി മാറി. 9 പെൺമക്കളെ കെട്ടിച്ചയക്കേണ്ട ഉത്തരവാദിത്വം, വാപ്പാന്റെ ഉപ്പാന്റെ കടം മാറേണ്ട ഉത്തരവാദിത്വം മകന്റെ തലയിലായപ്പോൾ ഈ ഒരു ദുആ കൊണ്ട് അത് രണ്ടും വീടപ്പെട്ടു എന്ന് മാത്രമല്ല, സാമാന്യം വലിപ്പത്തിലുള്ള ഒരു സമ്പന്നനായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞത് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്യാതെ ഇഹ്തിസാബോടെ, ഈമാനോടെ, അത് എനിക്കും കൂടി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണല്ലോ എന്ന നല്ല മനസ്സോടെ ആ പ്രാർത്ഥന നിങ്ങൾ ജീവിതത്തിന്റെ നിത്യമാക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നതാകാം. ഇതിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്കതിന് പുണ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും എഴുതിയെടുക്കുക, ആ ദുആ ജീവിതത്തിന്റെ നിത്യമാക്കുക. എന്നാൽ നമ്മുടെ കടങ്ങൾ മാറി, നമ്മുടെ പ്രയാസങ്ങൾ മാറി, സാമ്പത്തികമായ വളരെ പിന്നാക്കം നിൽക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്നും മാറി അൽഹംദുലില്ലാ നമുക്ക് കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ പറയുകയാണ്, എല്ലാവരും എഴുതിയെടുക്കുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ. അല്ലാഹുവേ, മനപ്രയാസം, ജീവിതക്ലേശം, ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് തേടുകയാണ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അശക്തത, ബലഹീനത, ഇതിൽ നിന്നൊക്കെ, അലസത, ഇതിൽ നിന്നൊക്കെ നിന്നോട് ഞാൻ കാവല് ചോദിക്കുകയാണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ഭീരുത്വത്തിൽ നിന്നും ലുബ്ദിൽ നിന്നും നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. കടം അധികരിച്ച് ജനങ്ങളെല്ലാം എന്നെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇതിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന വളരെ പ്രാധാന്യമുള്ള ഈ പ്രാർത്ഥന വളരെ അത്ഭുതകരമായി 9 പെൺമക്കളെയും സഹോദരിമാരെയും കെട്ടിച്ചയക്കാനും അദ്ദേഹത്തിന്റെ ആ കടം വീടാനും ആ കാരണമായ ഈ പ്രാർത്ഥന എല്ലാവരും അവരുടെ ജീവിതത്തിൽ നിത്യമാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഈ ദുആ എല്ലാവരും നിത്യമാക്കുക. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പഠിക്കാനുള്ള ദുആ, നമുക്കറിയാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ശരീരവും ജീവനും സമ്പത്തും സമയവും ഒക്കെ കൊടുത്ത രക്തസാക്ഷികൾ, ശുഹദാക്കൾ, അവരുടെ പ്രതിഫലം എത്ര പറഞ്ഞാലും തീരില്ല. ആ പ്രതിഫലം വീട്ടിനകത്തിരുന്നു കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ ധാരധാരയായി ഒഴുകി വെട്ടേറ്റ് കുത്തേറ്റ് രണാങ്കണത്തിൽ പെടഞ്ഞു വീണ രക്തസാക്ഷികളായ സഹാബത്തിനല്ല കൊടുക്കുന്ന പ്രതിഫലം ആ ഒരു സാഹചര്യം ഇല്ലാതെ വീട്ടിനകത്തിരുന്നു കൊണ്ട്, അടുക്കളയിലും നമ്മുടെ വീടിന്റെ 4 മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ആ പ്രതിഫലം, അതിനുവേണ്ട ഒരു ദുആ ഇൻഷാ അല്ലാഹ് നാളെ പഠിക്കാം. വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ രാവുകൾ, പകലുകൾ, ഓരോ പകലുകളും രാവുകളും കടന്നു പോകുമ്പോൾ പ്രാധാന്യം ഏറി വരികയാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ എല്ലാവരെയും, ഈ വിനീതനെയും ഇതിന് സൗകര്യമൊരുക്കിയ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല, അതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇതിന്റെ ചോദ്യകർത്താവ്, അതുപോലെ തന്നെ ഇതിന് നല്ല ചോദ്യം ചോദിക്കുന്നയാളിന് കൊടുക്കുന്ന സമ്മാനം കൊടുക്കുന്ന നാസർ എന്ന സഹോദരൻ, എല്ലാവർക്കും വേണ്ടിയിട്ടും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആത്മാർത്ഥമായ ഇടമുണ്ടാകണം. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ 4 നോമ്പ് പൂർത്തിയാക്കാനും 5 തറാവീഹ് പൂർത്തിയാക്കാനും നമുക്ക് ഇതുവരെ സാധിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ തറാവീഹ് നമസ്കാരവും നോമ്പും മറ്റുള്ള സൽക്കർമ്മങ്ങളുമായി മുന്നേറാൻ, മത്സരിച്ചു മുന്നേറാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളികൾ സജീവമായി കൊണ്ടിരിക്കുന്നു. ഒരിക്കലും പാതി വഴിയിൽ വെച്ച് പള്ളികളിൽ നമസ്കാരക്കാരുടെ എണ്ണങ്ങൾ കുറയാൻ പാടില്ല. സഹോദരിമാർക്ക് ഇപ്പോഴുള്ള ആവേശം ഒരിക്കലും റമളാനിന്റെ പാതി വഴിയിൽ വെച്ച് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അതിഥിയാണ് വിശുദ്ധമായ റമളാൻ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു അതിഥി കടന്നു വരുമ്പോൾ ആ അതിഥി കടന്നു വരുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, റമളാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അതിഥിയാണ്. ആ അതിഥി കടന്നു വരുന്നു എന്ന ഒരു സന്തോഷമുണ്ടാകുമ്പോൾ തന്നെ അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു നിഷിദ്ധമാക്കുന്നു എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു അതിഥി കടന്നു വന്നാൽ ആ അതിഥിക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ മാറ്റാറുണ്ട്. അതിഥിക്ക് ഇഷ്ടമില്ലാത്ത മോശമായ സംഭാഷണങ്ങൾ, മോശമായ ശൈലികൾ, അതുപോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മാറ്റാറുണ്ട്. വിശുദ്ധമായ റമളാൻ എന്ന അള്ളാഹുവിന്റെ അതിഥി കടന്നു വരുമ്പോൾ ജീവിതത്തിൽ മലീമസമായ 11 മാസക്കാലത്ത് നമ്മുടെ ഈ ജീവിതം എത്രത്തോളം മലീമസമായിരുന്നോ അതൊക്കെ മാറി അള്ളാഹുവിന്റെ അതിഥിയാണ് കടന്നു വരുന്നത്. ഇപ്പൊ വന്ന റമളാൻ ഇനി ഒരിക്കലും നമ്മൾ ഈ റമളാനെ അടുത്ത വർഷം കാണില്ല. ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ ഈ റമളാന് പോയി സ്ഥിരപ്പെടുകയാണ്. ഇനി പരലോകത്ത് വെച്ച് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു താല അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനായി നമ്മുടെ റമളാനുകളെ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ അള്ളാഹിന്റെ അതിഥിയായി കടന്നു വന്ന വിശുദ്ധമായ റമളാൻ മാസം വേണ്ട രീതിയിൽ നമ്മൾ പരിഗണിക്കണം. ആ റമളാനിനെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന അതിഥിക്ക്, ഒരു വീട്ടിൽ വരുന്ന അതിഥിക്ക് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളോ അതല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ആതിഥേയ മര്യാദകളിൽ കുറവ് വന്നു പോയാൽ അതിഥി സഹിക്കും. പക്ഷെ ഒരിക്കലും അതിഥിയെ അവഗണിക്കുന്നത് ഒരിക്കലും അതിഥിക്ക് സഹിക്കാൻ കഴിയില്ല. ആതിഥേയന്റെ അവഗണന അതിഥിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അതുകൊണ്ട് റമളാൻ എത്തിയിട്ടും മോശമായ ജീവിതം നയിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, റമളാൻ എത്തിയിട്ടും മോശമായിട്ട് ഞാൻ എന്തായിരുന്നാലും നന്നാവൂല എന്ന് പറയുന്നവർ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഒരു ഉറക്കത്തിൽ കിടക്കുമ്പോൾ 2 പേര് വന്നു എന്നെ പിടിച്ചുകൊണ്ടുപോയി. പോകുമ്പോ ഞാൻ കാണുന്നത് കണ്ണെത്താ ദൂരത്തോളം വിശാലമായ ഒരു വലിയ പടുകൂറ്റൻ പർവ്വതത്തിന്റെ ചുവട്ടിൽ എന്നെ കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, ഈ പർവ്വതത്തിലേക്ക് കയറാൻ പറഞ്ഞു. എന്നെ കൊണ്ട് സാധിക്കാതെ വന്നപ്പോ എന്നെ കൊണ്ടുപോയ 2 പേരോടും ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ല. അവസാനം 2 പേരും എന്നെ കയറാൻ സഹായിച്ചു. ഞാൻ ചുരുക്കത്തിൽ പർവ്വതത്തിന്റെ മുകളിലെത്തുന്ന സന്ദർഭത്തിൽ ഒരു വലിയ അട്ടഹാസം, ഭീകരമായ ബീഭത്സമായ ഒരു വലിയ വിസ്ഫോടനത്തിന്റെ ശബ്ദം പോലെ ഒരു ഘോര ശബ്ദം കേൾക്കുന്ന ആ ഒരു അവസ്ഥ എനിക്കുണ്ടായി, അനുഭവപ്പെട്ടു. ഞാൻ ചോദിച്ചു എന്താണ്? ആ സമയത്ത് 2 പേരും എന്നോട് പറഞ്ഞു, നരകത്തിന്റെ ഭീകരതയാണ്, നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തികച്ചും ഞാൻ ഞെട്ടിപ്പോയി. വീണ്ടും എന്നെ അവിടെ നിന്ന് കുറെ ദൂരത്തേക്ക് കൊണ്ടുപോയി. കാണുന്ന കാഴ്ച, ഒരു മനുഷ്യനെ തല കീഴായിട്ട് അവന്റെ കാലിലെ കുതികാൽ ഞരമ്പ് പിടിച്ചൊരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കാലിന്റെ ഞരമ്പ് ആ ഞരമ്പിൽ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. മാടിനെയും അറുത്ത് അതിന്റെ ശരീരഭാഗങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ കാലിന്റെ ഞരമ്പിൽ തൂക്കി തല കീഴ്പോട്ടായി ആ മനുഷ്യനെ ഇട്ടിരിക്കുകയാണ്. അവന്റെ 2 കവിൾത്തടങ്ങൾ കീറി അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചു വരുന്നൊരു സാഹചര്യം. വല്ലാതെ വേദന തോന്നിപ്പോയി. ഞാൻ ചോദിച്ചു, ഇതാരാണ്? ഈ നിൽക്കുന്നത് ആരാണ്? ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്റെ സഹയാത്രികർ എന്നോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് 1000 വർഷങ്ങൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന് ഒരു സ്വപ്ന ദർശനത്തിലൂടെ അനുഭവിക്കാൻ കഴിഞ്ഞത് ലോകാവസാനം വരെ വരുന്ന
നോമ്പ് കാലം എത്തിയിട്ടും നോമ്പ് പിടിക്കാതെ അഹങ്കാരത്തോടെ നടക്കുന്നവര്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ആ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂലിന് പ്രതീകാത്മകമായി അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത്. ആ സന്ദർഭത്തിൽ സഹയാത്രികരോട് ചോദിച്ചു, ഇവരാരാണ്? ആ സമയത്ത് അവർ പറഞ്ഞത്, അങ്ങയുടെ സമുദായത്തിലെ നോമ്പുകാരാണിത്, എന്തേ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു? അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ സഹയാത്രികർ പറഞ്ഞു, ഒന്ന് ജിബ്രീലും മറ്റൊന്ന് മീകായിലുമാണ്. രണ്ടുപേരും പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, നോമ്പ് പിടിച്ചു രാവിലെ, പാതി വഴിയിൽ വെച്ച് നോമ്പ് അഹങ്കാരത്തോടെ മുറിച്ചു കളഞ്ഞവനാണ് ഈ ശിക്ഷ അള്ളാഹു താല കൊടുക്കുക. ഇത് കേൾക്കുമ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർക്ക് ഒരു സംശയം ഉണ്ടായേക്കാം, ഇത്രത്തോളം കാഠിന്യമുള്ളൊരു മതമാണോ ഇസ്ലാം? ഒരിക്കലുമല്ല. ആ മനുഷ്യൻ മരിക്കുന്ന സാഹചര്യം എത്തിപ്പോയി, വെള്ളം കുടിച്ചില്ല എങ്കിലും മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വന്നു പോയാൽ അവനത് കുടിക്കാം. പക്ഷേ കുടിച്ചവന് ആശ്വാസം വന്നതിന് ശേഷം പിന്നെ നോമ്പുകാരനെ പോലെ കഴിയുകയും പിന്നീട് ആ നോമ്പ് കളാവിട്ടുകയും ഒക്കെ വേണം. ഇതിങ്ങനെ പൊതുവായി പറയുമ്പോൾ ഒരിക്കലും ചെറിയ ദാഹം വരുമ്പോൾ മുറിക്കാമെന്നുള്ള സാഹചര്യമല്ല. പക്ഷെ അഹങ്കാരത്തോടു കൂടിയിട്ട് ഈ നോമ്പ് തുറക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല കൊടുക്കുന്ന വളരെ വേദനാജനകമായ ഭീകരമായ ഒരു ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ റസൂലിന് കാണാൻ കഴിഞ്ഞത്. നമ്മൾ മനസ്സിലാക്കുക, ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, നോമ്പ് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവന് ഈ ശിക്ഷയാണ് അള്ളാഹു താല കൊടുക്കുന്നതെങ്കിൽ, റമളാൻ എത്തിയിട്ട് നോമ്പ് പിടിക്കാതെ അഹങ്കാരത്തോടെ പകലു നേരങ്ങളിൽ ഭക്ഷണം കഴിച്ച് നടക്കുന്ന ഒരാൾക്ക് അള്ളാഹു താല കൊടുക്കുന്ന ശിക്ഷ എത്ര കാഠിന്യമാണ്, കഠോരമാണ്, അത് അചിന്തനീയമാണ്. അള്ളാഹു താല ആ ഒരു വിഭാഗത്തിൽ മരിക്കുന്നതുവരെയും നമ്മയും നമ്മുടെ കുടുംബത്തെയും പരമ്പരകളെയും അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. റമളാൻ മാസത്തിന്റെ പവിത്രത അത് മാനിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഇബാദത്തെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ അതിഥി കയറി വരുന്ന ഒരു ദിവസം നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിഥിയെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതിഥിക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും. വിശുദ്ധമായ റമളാൻ എന്ന അല്ലാഹുവിന്റെ അതിഥി ഒരു മാസത്തേക്ക് 30 ദിവസങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുക്കലേക്ക് വന്നു. അതുകൊണ്ട് പരിഗണിക്കേണ്ട വിധം പരിഗണിച്ച് ആ റമളാനിൽ പകലു നേരങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്ന, പകലു നേരങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി മാന്യത പാലിക്കണം. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ചിഹ്നമാണ് പകല് നേരത്തെ റമളാനിന്റെ പകൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. അമുസ്ലിമീങ്ങൾ പോലും പരസ്യമായിട്ട് ആഹരിക്കാതെ, ഭക്ഷണം കഴിക്കാതെ ഈ മാസത്തെ മുസ്ലിങ്ങൾ പകല് നേരങ്ങളിൽ ഭക്ഷണം ഒഴിവാക്കുന്നവരാണല്ലോ എന്ന ചിന്തയോടെ എത്രയോ അമുസ്ലിമീങ്ങളാണ് ഈ നോമ്പ് കാലത്ത് പകല് ഭക്ഷണം കഴിക്കാതെ ഒളിഞ്ഞിരുന്നവർ ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് ഈ റമളാനിൽ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ വ്യഭിചരിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും വരാൻ പാടില്ല. അള്ളാഹു താല പരിശുദ്ധമായ റമളാനെ സ്വീകരിക്കാൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ അതിഥിയായ റമളാനെ പരിഗണിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പുകാരനായിരിക്കെ സ്ഖലനം സംഭവിച്ചാൽ ആ നോമ്പിന്റെ വിധി എന്ത്? എറണാകുളത്ത് നിന്നും ലത്തീഫാണ് ചോദിച്ചത്. അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്ഖലനം സംഭവിച്ചതല്ലാത്തത് കാരണത്താൽ ഒരിക്കലും അവന്റെ നോമ്പ് മുറിയുന്നതല്ല. സ്ഖലനം സംഭവിക്കുക എന്ന് പറയുന്നത് സാധാരണ ഉറക്കത്തിലാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് സ്വപ്നം കണ്ടോ അല്ലാതെയോ സ്ഖലനം സംഭവിച്ചു പോയാൽ ഒരിക്കലും അവന് നോമ്പ് മുറിഞ്ഞു പോകുന്നതല്ല. അവന് നോമ്പുകാരനാണ്. അവൻ എഴുന്നേറ്റ് എത്രയും വേഗം കുളിച്ച് ശുദ്ധിയാകണം എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. വികാരമുണ്ടാകുന്ന ഒന്നിലേക്ക് നോക്കി ഉണ്ടാകുന്ന സ്ഖലനം ആ നോമ്പിനെ ബാധിക്കുമോ? കോട്ടയത്ത് നിന്നും ശംസുദ്ദീൻ. പ്രത്യക്ഷത്തിൽ നോട്ടം കൊണ്ട് അവന്റെ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടായി എങ്കിലും ഒരിക്കലും ഒരാൾ ഒരു നോട്ടത്തിലൂടെ അറിയാതെ അയാൾക്ക് സ്ഖലനം സംഭവിച്ചു പോയാൽ, ഒരു പെണ്ണ് ഒരു ആണിലേക്ക് നോക്കി, അല്ലെങ്കിൽ ഒരു ആണ് ഒരു പെണ്ണിലേക്ക് നോക്കി, അല്ലെങ്കിൽ മോശമായ ഏതെങ്കിലും ചിത്രങ്ങളിലേക്ക് നോക്കി ഒരു മനുഷ്യന് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ നോട്ടം ഹറാമാണ് എന്നതിലുപരി ഒരിക്കലും നോമ്പ് മുറിഞ്ഞു പോകുന്നതല്ല. അവനും നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ശുദ്ധിയാകണം, കുളിച്ച് അവനെ പെട്ടെന്ന് ശുദ്ധിയാകേണ്ടതാണ്. ഒരിക്കലും നോമ്പ് മുറിഞ്ഞു പോകുന്നത് അല്ല. നോമ്പുകാരൻ പകൽ നേരം ഭക്ഷണം കൊടുക്കുന്നതിന്റെ വിധി എന്താണ്? മലപ്പുറത്ത് നിന്നും വഹാബാണ് ഇത് ചോദിച്ചത്. പകലു നേരങ്ങളിൽ ഭക്ഷണം ഒരിക്കലും വിളമ്പി കൊടുക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിക നിയമം.
ഇപ്പൊ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഒരിക്കലും പകല് നേരം ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നോമ്പ് പിടിക്കാത്തൊരു സാഹചര്യം, പിടിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒളിഞ്ഞിരുന്നത് കഴിക്കണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ ന്യായമായിട്ടും ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്, അമുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളത്. ഇസ്ലാമിക നിയമം പകലു നേരങ്ങളിൽ ഭക്ഷണം വിളമ്പൽ, അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കൽ അത് ഹറാമു തന്നെയാണ്, അതിൽ സംശയമില്ല. അതുകൊണ്ട് പകല് നേരങ്ങളിൽ വിശുദ്ധ റമളാനിന്റെ മഹത്വത്തിന് അതൊരു ഭംഗമാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ചെറിയ ചെറിയ ചോദ്യങ്ങളാണെങ്കിലും എല്ലാവർക്കും സംശയമുണ്ടാവുന്ന, മിക്ക ജനങ്ങൾക്കും സംശയമുള്ള ചോദ്യങ്ങളാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ അയക്കുക. ചോദ്യങ്ങൾ അയക്കേണ്ട വിലാസം മൗലവി നവാസ് മന്നാനി പനവൂർ, ചീഫ് ഇമാം സെൻട്രൽ ജുമുഅ മസ്ജിദ് മണക്കാട് തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ ചോദ്യങ്ങൾ അയക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി നമ്മളൊക്കെ ഒരു 10-15 ഒരു ദിവസം 24 മണിക്കൂറിൽ 24 മിനിറ്റ് മാത്രമാണ് നമ്മൾ അള്ളാഹിന് കൊടുക്കുന്നത്. നമസ്കാരം അത് ദിവസം 5 നേരമാണുള്ളത്, എല്ലാം കൂടെ എടുത്താൽ 25 മിനിറ്റാണ്. ഹജ്ജ് ആയുസിൽ ഒരിക്കലാണ്. പലരും എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നവരുണ്ട്. സക്കാത്ത് കഴിവുള്ളവൻ കൊടുക്കണം, അത് വർഷത്തിന്റെ അവസാനമാണ്. നോമ്പ് വർഷത്തിൽ 1 മാസമാണ്. ബാക്കി മുഴുവൻ സമയങ്ങളിലും ഒരു ദിവസം 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഫ്രീ ആണ്. അപ്പോ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നത് 24 മിനിറ്റ് ഒരു ദിവസം, 24 മിനിറ്റ് 25 മിനിറ്റാണ് കൊടുക്കുന്നത്. പക്ഷെ വിശുദ്ധമായ ദീനിനു വേണ്ടി ശരീരം കൊടുത്ത, ജീവൻ കൊടുത്ത, രക്തം കൊടുത്ത, സമ്പത്ത് കൊടുത്തവരാണ് ശുഹദാക്കൾ. തങ്ങൾ രക്തസാക്ഷികളാകപ്പെടുമെന്ന് മനസ്സിലാക്കുമ്പോഴും തങ്ങളുടെ ശരീരം രണാങ്കണത്തിൽ പെടഞ്ഞ് വധിക്കപ്പെടും, രക്തസാക്ഷിയാകും എന്ന് അറിഞ്ഞിട്ട് പോലും അള്ളാഹുവേ എനിക്ക് രക്തസാക്ഷിയാകണം, ഒരിക്കലും ഞാൻ തിരിച്ചു വരുന്നൊരു സാഹചര്യം വരാൻ പാടില്ല എന്ന് മണിയറയിൽ മധുവിധുവാഘോഷത്തിൽ തന്റെ പ്രിയപ്പെട്ട മണവാട്ടിയോടൊപ്പം കിടക്കുന്നവർ പോലും ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് റസൂലുള്ളാന്റെ വിളിക്കുത്തരം കൊടുത്ത്, പടച്ചവനെ എനിക്കിനി തിരിച്ചൊരു ജീവിതം വേണ്ട, എനിക്ക് നിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയാകണമെന്ന് കൊതിച്ച് രണാങ്കണത്തിലേക്ക് ഇറങ്ങിപ്പോയ ആ സഹാബത്ത്, ആ രക്തസാക്ഷികൾ, അവരുടെ പ്രതിഫലം അല്ലാഹു തആല എത്രയോ ഉന്നതമായ പ്രതിഫലമാണ് അല്ലാഹു തആല അവർക്ക് കൊടുക്കുക. വിശുദ്ധ ഖുർആനിൽ അവരെ പറ്റിയിട്ട് പറഞ്ഞു, ഒരിക്കലും അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ ഭാവിക്കരുത്, അവർ അള്ളാന്റെ അടുക്കൽ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. പച്ച പക്ഷികളുടെ ഉള്ളറകളിൽ ഈ രക്തസാക്ഷികളുടെ ആത്മാക്കളെ അള്ളാഹു കടത്തിവിട്ടു. അവരിങ്ങനെ സ്വർഗത്തിന്റെ സുന്ദരമായ വിഹായസിൽ പാറി പറന്ന് അവസാനം അർശിന്റെ താഴ്ഭാഗത്തുള്ള വിളക്കുമാടത്തിൽ വന്ന് അഭയം പ്രാപിക്കുമെന്നൊക്കെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അവരൊരിക്കലും മരിച്ചവരാണെന്ന് ഭാവിക്കല്ലേ എന്ന് പറഞ്ഞു. സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഭാഗം അവർ രക്തസാക്ഷികളാണ്. ഭാര്യാമക്കളോടത്തുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടോ ദുനിയാവിന്റെ ലാഭവിഹിതങ്ങളുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവെ ഞങ്ങൾക്ക് വീണ്ടും ദുനിയാവിൽ വന്ന് 10 വട്ടം ഷഹീദാകണം, 10 വട്ടവും സ്വർഗത്തിൽ കടന്നു വരണം. ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തം അതൊരു ആസ്വാദ്യമായി, അതൊരു സുഖമായി കണ്ടവരാണ് രക്തസാക്ഷികൾ. അള്ളാഹു തആല ആ രക്തസാക്ഷികൾക്ക് കൊടുക്കുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കിട്ടാനുള്ള 2 ദുആകൾ ഇൻഷാ അല്ലാഹ് ഈ എപ്പിസോഡിൽ 2 ദുആകളാണ്, ചെറിയ 2 ദുആകളാണ് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി പറയുന്നത്. ഒന്ന്, ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, രണാങ്കണത്തിൽ വെട്ടേറ്റു പെടഞ്ഞു വീഴുന്നവർ മാത്രമാണോ രക്തസാക്ഷി, അവർ മാത്രമാണോ ഷഹീദ് എന്ന് ചോദിച്ചപ്പോ അള്ളാഹിന്റെ റസൂലിന്റെ മറുപടി, ആയിഷ ഒരിക്കലും അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ സമുദായത്തിൽ രക്തസാക്ഷികൾ കുറഞ്ഞു പോകും, എന്റെ സമുദായത്തിന്റെ രക്തസാക്ഷികൾ കുറഞ്ഞു പോകും. പക്ഷേ രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടുന്നവര് ഒരു ദിവസം രാവിലെ എഴുന്നേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത് എന്ന ദുആ പറയുന്ന ഒരാൾക്ക് അവനവന്റെ വിരിപ്പിൽ കിടന്നു മരിച്ചാലും അള്ളാന്റെ റസൂല് പറയുന്നു ഷഹീദിന്റെ കൂലി അള്ളാഹു അവന് കൊടുക്കുമെന്നുള്ളതാണ്. എല്ലാവരും എഴുതിയെടുക്കുക. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത്, അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്തി വഫീമാ ബഅദൽ മൗത്ത്. അല്ലാഹുവേ, മരണവും മരണാനന്തര ജീവിതവും
നീ അനുഗ്രഹീതമാക്കണം, അനുഗ്രഹമുള്ളതാക്കണം, ഖൈറാക്കണം, നല്ല മരണവും മരണശേഷമുള്ള ജീവിതം നല്ല ജീവിതവും എനിക്ക് തരണമെന്ന് ഒരു ദിവസം 25 പ്രാവശ്യം പറയുന്ന ഒരാൾക്ക് അള്ളാന്റെ റസൂല് പറഞ്ഞു അവന് ഷഹീദിന്റെ കൂലിയുണ്ട് എന്നാണ്. അവനവന്റെ വീട്ടിൽ കിടന്നു മരിച്ചാലും, അവന്റെ വാഹനത്തിൽ ഇരുന്നു മരിച്ചാലും, അവന്റെ സ്ഥാപനത്തിൽ ഇരുന്നു മരിച്ചാലും അള്ളാഹുവിന് ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ദുആ 25 പ്രാവശ്യം സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ എളുപ്പവഴി ഒന്ന് ഞാൻ പറഞ്ഞു തരാം. സുബഹി നമസ്കാരം കഴിഞ്ഞ് 5 പ്രാവശ്യം, ളുഹർ നമസ്കാരം കഴിഞ്ഞ് 5 പ്രാവശ്യം, അസറും മഗ്രിബും ഇശാ നമസ്കാരങ്ങൾക്ക് പുറമെ 5 പ്രാവശ്യം വീതം, 5 പ്രാവശ്യം 5 വട്ടം വീതം നമ്മൾ പറയുമ്പോൾ 25 പ്രാവശ്യമായി. അങ്ങനെ 25 പ്രാവശ്യം മരണത്തെ ഓർക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ള ഒരാൾക്ക് നേരത്തെ പറഞ്ഞ രക്തസാക്ഷികളുടെ കൂലി അല്ലാഹു തആല നമുക്ക് തരുകയാണ്. രക്തസാക്ഷികളുടെ കൂലി പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാഷണമായി ഇത് മാറും. അതിൽ സംശയമില്ല. എല്ലാവരും ആ പ്രാർത്ഥന എഴുതിയെടുത്ത് പഠിക്കണം എന്നറിയിക്കുകയാണ്. രണ്ടാമത്തെ ദുആ, അള്ളാഹുവിന്റെ റസൂല് തന്റെ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇസ്മുൽ അഅ്ലം എന്ന മഹത്തായ നാമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 3 ഇരുളുകളിൽ കിടന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച ഒരു പ്രാർത്ഥനയാണത്. സമുദ്രമാകുന്ന ഇരുള്, മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുള്, പാതിരാത്രിയാകുന്ന ഇരുള്, ഈ 3 ഇരുളിന്റെ ഉള്ളറകളിൽ കിടന്ന് യൂനുസ് നബി അള്ളാഹിനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദുആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓതിയപ്പോൾ അത്ഭുതകരമായി അല്ലാഹു തആല രക്ഷപ്പെടുത്തി യൂനുസ് നബിയെ. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ഇത് യൂനുസ് നബിക്ക് മാത്രമുള്ളതല്ല, എല്ലാ വിശ്വാസികൾക്കും ഞാൻ ഈ രക്ഷ എന്നിൽ നിന്ന് ഉണ്ടാകും ഇത് ഓതിയാൽ എന്ന് അല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ദുആയാണ് ഇസ്മുൽ അഅ്ലം. ഈ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത, ആരാധനക്കർഹന് നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല. സുബ്ഹാനക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാനോളം പുകഴ്ത്തുകയാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനാണ്, ദുർമാർഗികളിൽപ്പെട്ടവനാണ്, നിന്നോട് അക്രമം പ്രവർത്തിച്ചവനാണ്, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തവനാണ് എന്ന് എളിമയുടെ വാക്ക് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന് വല്ലാത്ത സ്നേഹമാണ് നമ്മളോട് ഉണ്ടാവുക. അങ്ങനെ ഈ പ്രാർത്ഥന ഒരാൾ അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കുന്നു. അവൻ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ അവന് എന്ത് രോഗമാകട്ടെ, പനിയാകട്ടെ, തലവേദനയാകട്ടെ, ഉദരസംബന്ധമായ രോഗമാകട്ടെ, ഏത് രോഗമാണെങ്കിലും ആ രോഗത്തിൽ അവൻ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ 40 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 വട്ടം അവന്റെ രോഗത്തിൽ അവൻ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂല് പറയുന്നു, അവൻ ആ രോഗത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഷഹീദിന്റെ കൂലിയാണ്. അവന് മരണപ്പെട്ടില്ല, അവൻ അള്ളാഹു ആയുസ് കൊടുത്തു, അവന് രോഗത്തിൽ നിന്ന് അവന് മോചിതനായി കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂല് പറയുന്നു അവന്റെ സകലമാന പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ ദുആ ജീവിതത്തിൽ നമ്മൾ നിത്യമാക്കുക. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ 2 ദുആയും ചൊല്ലിയാൽ അല്ലാഹു തആല അവന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ശുഹദാക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലം അള്ളാഹു നമുക്ക് തരുമെന്നാണ്. അത് കരകരമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാനുള്ള ദുആ, നമ്മൾ മരണപ്പെട്ടു പോയാൽ, എല്ലാവരും മരിക്കും, നമ്മൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ട് 3 കഷണം തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ പള്ളിയിലേക്ക് കൊണ്ടുവച്ച് നമസ്കാരത്തിനു വേണ്ടി നമ്മുടെ ബന്ധപ്പെട്ടവർ ശ്രമിക്കുമ്പോൾ, നമ്മുടെ നാട്ടുകാർ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ വേദനയോടെ നമസ്കാരത്തിൽ വരുമ്പോൾ അക്കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാരുടെ ഒരു വലിയ സംഘം തന്നെ നമ്മൾക്ക് വേണ്ടി നമസ്കാരത്തിൽ കൂടെ ഉണ്ടാകാൻ ഉതകുന്ന ഒരു ദുആ ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല ഈ വിശുദ്ധമായ റമളാനെ എങ്ങനെയാണോ പരിഗണിക്കേണ്ടത് ആ രീതിയിൽ പരിഗണിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കലയിലെ അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അതുമായി ബന്ധപ്പെട്ടവർ, ഈ പ്രോഗ്രാം എത്തിച്ചു കൊടുക്കുന്ന, ഈ പ്രോഗ്രാം ജയ് ഹിന്ദിന്റെ പ്രേക്ഷകർക്ക് അൽ-ഇഫാദയിലൂടെ എത്തിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ,
ബുദ്ധിശാലികളാക്കി ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അത് പഠിപ്പിക്കാനുള്ള മനസ്സും താല്പര്യവും വിദ്യയോടുള്ള ആ ഇഷ്ടവും അത് പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും നാളെ അള്ളാഹു തആല സ്വർഗത്തിൽ ഇടം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ അണിയറ ശില്പികൾക്കും അള്ളാഹു തആല അർഹമായ പ്രതിഫലം വിശുദ്ധമായ റമളാന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അള്ളാഹ് നാളെ കൃത്യം 11 മണിക്ക് വീണ്ടും നമുക്ക് കാണാം. എല്ലാവരും പ്രാർത്ഥിക്കുക ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.